ഈ യോഗത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഇതിനകം എല്ലാവരും പറഞ്ഞു. സർവോപരി ഏറ്റവും ഉജ്ജ്വലമായി പാസ്റ്റർ സുനിൽ വേട്ടമല, അദ്ദേഹം ഞങ്ങളുടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അനുഗ്രഹീതനായ അതിന്റെ സ്റ്റേറ്റ് പ്രസ്ബിറ്ററി അംഗവും അതിന്റെ ഔദ്യോഗിക നാവായ സിയോൻ കാഹളം മാസ്റ്റയുടെ ദീർഘകാലത്തെ പത്രാധിപരുമൊക്കെയായി സേവനമനുഷ്ഠിച്ച, ഒപ്പം ദീർഘകാലങ്ങളായി സാഹിത്യരംഗത്തും പ്രഭാഷണ രംഗത്തും നിൽക്കുന്ന മാന്യദേഹമാണ്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സഹോദരി ഒമേഗ സുനിൽ ഞങ്ങളുടെ വുമൺസ് കൗൺസിലിന്റെ സംസ്ഥാന നേതൃനിരയിൽ ഔദ്യോഗിക സ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കർത്തൃദാസിയാണ്. അവരുടെ ഈ സാന്നിധ്യം ഇവിടെയുണ്ട്. ഈ ഓഡിയൻസിനൊപ്പം പോലീസ് ഓഫീസേഴ്സ്, റിട്ടയർഡ് പോലീസ് ഓഫീസേഴ്സ്, ഉന്നത പോലീസ് ഓഫീസേഴ്സ് ഒക്കെയായി ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഈ വേദിയിലും അതിനു മുമ്പിലുമൊക്കെ ആയിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ യോഗത്തിന് സംരക്ഷണം നൽകേണ്ടതിനും അത് കൃത്യമായ രാജ്യ നിയമങ്ങളുടെ പരിധിക്കുള്ളിലാണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മുടെയും പൊതുജനങ്ങളുടെയും ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ദീർഘനേരം ഇവിടെ കാത്തുനിന്ന, ഇപ്പോഴും നിൽക്കുന്ന ബഹുമാനരായ പോലീസ് ഓഫീസേഴ്സ്, അതുപോലെ തന്നെ ഈ യോഗത്തിന്റെ വിവിധ തരത്തിലെ സൈബർ മീഡിയ രംഗങ്ങളിലൂടെ അതിനെ ടെലികാസ്റ്റ് ചെയ്യുകയും അത് കണ്ട് അഭിപ്രായമറിയിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങൾ, അവർക്കെല്ലാം ക്രിസ്തുയേശുവിൻ ധന്യനാമത്തിൽ ഞങ്ങളുടെ ഉള്ളടക്കത്തെ ശ്രദ്ധിക്കേണ്ടതിന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ അടിസ്ഥാനപരമായി ഒരു മതേതര രാജ്യമാണ്. ഈ മതേതരത്വം എന്ന പദം കൊണ്ട് നമ്മുടെ ഭരണഘടനാ കർത്താക്കൾ ആഗ്രഹിച്ച കാര്യം, ഏതെങ്കിലും ഒരു മതം ഇതര മതസ്ഥരായ ആളുകൾക്ക് മീതെ ആധിപത്യം പുലർത്താൻ പാടില്ലെന്നും സമൂഹത്തിലെ ഏത് വിശ്വാസ കാഴ്ചപ്പാടുകൾ വച്ചു പുലർത്തുവാൻ, വിശ്വാസത്തെ നിഷേധിക്കുവാൻ, നിരീശ്വരനായി കഴിയുവാൻ, ഒപ്പം ഈ രാജ്യത്തിലെ ഏതൊരു പൗരനും ആ വിശ്വാസം പൊതുജന സമക്ഷം പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും അവകാശമുണ്ട് എന്നർത്ഥത്തിലാണ്. ഭരണഘടനയിലെ 2 ആർട്ടിക്കിളുകൾ പലപ്പോഴും ഞങ്ങൾ ഊതി പറയാറുണ്ട്. ഒന്ന് ആർട്ടിക്കിൾ 19, മറ്റൊന്ന് ആർട്ടിക്കിൾ 25 25. ഏതാണ്ട് 14 മുതലുള്ള ആർട്ടിക്കിളിൽ ഭരണഘടനാപരമായി പൗരനുള്ള ഇത്തരം ചില അവകാശങ്ങളെ വളരെ കൃത്യമായി വിവക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഭരണഘടന മതേതരത്വത്തിൽ അധിഷ്ഠിതമായതുകൊണ്ട് മറ്റ് ലോകരാജ്യങ്ങളിൽ എങ്ങുമില്ലാത്തൊരു സവിശേഷത നമ്മുടെ ഭരണഘടനയ്ക്കുണ്ട്. മതാധിഷ്ഠിത രാജ്യങ്ങളിലൊക്കെ ആ ഭരണഘടന ആരംഭിക്കുന്നത് ഒരു ദൈവത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാവും. ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ഇങ്ങനെയാകും. ഭരണഘടനാ നിർമ്മാണ വേളയിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഭരണഘടനയും ദൈവത്തിന്റെ നാമത്തിൽ ആയിക്കൂടാ എന്ന ഒരു താല്പര്യം മുമ്പോട്ട് വെച്ച ഒരു കമ്മിറ്റി അംഗമുണ്ടായിരുന്നു. എസ് വി കാമത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ കാമത്ത് ശ്രദ്ധേയനായ ഒരു തീവ്ര വലതുപക്ഷ ചിന്തകനായിരുന്നു. ദേശീയതയിലും തീവ്ര വലതുപക്ഷ ബോധത്തിൽ നിൽക്കുന്ന എസ് വി കാമത്ത് ചോദിച്ചു, നമുക്ക് നമ്മുടെ ഭരണഘടനയും എന്തുകൊണ്ട് ദൈവനാമത്തിൽ ആക്കിക്കൂടാ? ഈ കാമത്തിനെ കുറിച്ച് ഒന്നുകൂടി അറിയണം. ഏറ്റവും അധികം ഭേദഗതികൾ ഭരണഘടനയ്ക്ക് നിർദ്ദേശിച്ച അതിന്റെ കമ്മിറ്റി അംഗങ്ങളിലെ ഒരാളായിരുന്നു. എന്നാൽ ആ കമ്മിറ്റി ഈ വാദം എടുത്തില്ല. അത് വോട്ടിനിട്ട് തള്ളി. ദൈവനാമത്തിൽ ഒന്നും വേണ്ട. ദൈവവിശ്വാസികളെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണോ? ഞാൻ പറയുകയല്ല. അതിന്റെ കാരണം ബാബാ സാഹേബ് ഡോക്ടർ അംബേദ്കർ നിരീക്ഷിച്ചത്, നാളെ ഏതെങ്കിലും ഒരു സമൂഹം ഈ ദൈവത്തിനൊരു പേരുകൂടി പറഞ്ഞുകൊണ്ടുവന്ന് ആ ഡേറ്റ് കൂടെ
അതല്ലെങ്കിൽ അവർ വിശ്വസിച്ചു പോരുന്ന ആരാധനമൂർത്തിയുടെ പേര് ചേർക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം എന്ന കോമൺ നെയിം മാറ്റിക്കൊണ്ട് ആ ദേവന്റെയോ ദേവിയുടെയോ ആ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആ ഡേറ്റ് എന്ത് ഇത് പറയാൻ നിർബന്ധിതരാകും. അത് വേണ്ട. കാരണം നിരീശ്വരന്മാരും ഈ രാജ്യത്തുണ്ട്. അവരുടെ കൂടിയാണ് ഇന്ത്യ. മറ്റൊന്ന്, ഇന്ത്യയുടെ ദാർശനികതയുടെ പൗരാണികത, ഇന്ത്യയുടെ ദർശനങ്ങളുടെ പൗരാണികത പോലും ആത്മീയത്തിൽ അധിഷ്ഠിതമല്ല. ആധ്യാത്മികതയായിരുന്നില്ല ഇന്ത്യയുടെ പൗരാണികത. ഇന്ത്യയിലെ ഏറ്റവും പഴയ ദർശനം ചാർവാകനിസം എന്നാണ് പറയുക. ചാർവാകൻ എന്ന പദത്തിന്റെ അർത്ഥം ചാരുവായ വാകം, ആകർഷണീയമായ വാക്കുകളാൽ ലോകത്തെക്കുറിച്ച് ഉള്ള ദർശനം പറഞ്ഞയാൾ. ലോകായുധ ദർശനം അഥവാ ചാർവാക ദർശനം എന്നാണ് ചാർവാക ചിന്തയുടെ പേര് പറയുന്നത്. ആ ചാർവാകൻ നിരീശ്വരനായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് കവി കുരിപ്പുഴ ശ്രീകുമാർ പറയുന്നൊരു കാര്യമുണ്ട്. ലക്ഷ്യം കുലച്ച ധനുസ്, അതാണ് ചാർവാകൻ. കാരണമരത്തിന്റെ വേര് തിരഞ്ഞവൻ, അതാണ് ചാർവാകൻ. ഉത്തരം കിട്ടാത്ത 1000 ചോദ്യശരങ്ങളാൽ പ്രകൃതിയെ വിഷമ കഷായം കുടിപ്പിച്ച ചാർവാകൻ. പ്രകൃതിക്ക് നേരെ സംശയങ്ങളുടെ 100 ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രകൃതിയെ വിഷമ കഷായം കുടിപ്പിച്ച ചാർവാകൻ. ആ ചാർവാകൻ ദൈവവിശ്വാസിയല്ല. അയാൾ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്നു, മാനവികത. ആ മാനവികതയിൽ ആണ് ഇന്ത്യയുടെ ഏറ്റവും പൗരാണികമായ ദർശനം ആരംഭിക്കുന്നതെങ്കിൽ കൃത്യമായ ഉറപ്പോടെ വീണ്ടും പറയാൻ പറ്റും, ഇന്ത്യയിൽ രൂപപ്പെട്ട മതങ്ങളുണ്ട്. ആ മതങ്ങളിൽ ഒന്ന് ജൈനമതമാണ്, വർദ്ധമാന മഹാവീരന്റെ ജൈനമതം. ഇനിയും മറ്റൊന്ന് ഗൗതമ ബുദ്ധന്റെ, സിദ്ധാർത്ഥന്റെ ബുദ്ധമതമാണ്. ഇനിയും അസംഘടിതരായ ഒരുപറ്റം സത്യാന്വേഷികളും ഈ ദർശനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അജീവികന്മാർ എന്നവരെ വിളിക്കും. അജീവികന്മാരുടെ ചരിത്രമെടുത്താലും ബുദ്ധിസത്തെപ്പറ്റി പഠിച്ചാലും ജൈനമതത്തെപ്പറ്റി പഠിച്ചാലും ചാർവാകനിസം പഠിച്ചാലും ഇത്രയും പൗരാണികമായ ദർശനങ്ങളിൽ എവിടെയും പ്രകൃതിക്ക് അതീതമായ ഒരു ശക്തിയെപ്പറ്റി അല്ലെങ്കിൽ ദൈവത്തെപ്പറ്റി ചിന്തയില്ല. ഒറ്റവാക്കി പറഞ്ഞാൽ എത്തിസ്റ്റിക് വ്യൂ, നിരീശ്വര കാഴ്ചപ്പാടുകളാണ് ഈ മതം മുമ്പോട്ട് വെക്കുന്നത്. അതവരുടെ സ്വാതന്ത്ര്യമാണ്. ആരെങ്കിലും ബുദ്ധദർശനങ്ങളെ മോശമായി കാണുന്നവരുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എത്ര മഹനീയവും മഹത്തരവുമാണ് ആ ആശയങ്ങളെന്നാണ് ഇന്നും ലോകം വാഴ്ത്തിപ്പാടുന്നത്. കാര്യമായ ആ ദർശനം ഇന്ത്യയിൽ സ്വാധീനമുറപ്പിച്ചില്ലെങ്കിലും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചൈന, അവിടെ ഈ മതം സ്വീകരിക്കപ്പെട്ടത് അവിടെ നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി ഈ ബുദ്ധിസത്തിനാണ് ചേർന്ന് പോകാൻ സാധിക്കുന്നത്. കാരണം അത് ഭൗതികവാദ അധിഷ്ഠിതമാണ്. പിൽക്കാലത്ത് ബുദ്ധന്റെ അനുഗാമികളൊക്കെ ആ വീക്ഷണത്തിന് നേരിയ മാറ്റങ്ങളും ഉപവിഭാഗങ്ങളും ഒക്കെ അതിനകത്ത് ഉടലെടുത്തിട്ടുണ്ട്. സെൻ ബുദ്ധിസം, അതുപോലെ മഹായാന ഹീനയാന സങ്കല്പങ്ങൾ, ഇതൊക്കെ ഉടലെടുത്തിട്ടുണ്ട്. ഈ രാജ്യത്ത് രൂപപ്പെട്ട വേറൊരു മതമുണ്ട്, സിഖ് മതം. ഈ രാജ്യത്ത് രൂപപ്പെട്ട മറ്റൊരു മതമുണ്ട്, അത് ഗുരുനാനക്കിന്റെ ദർശനമാണ് സിഖ് മതമെങ്കിൽ. അക്ബർ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു മതം, അക്ബർ നാമ എന്നതിന് പേര് പറയുക. ഇങ്ങനെ നിരവധി മതങ്ങൾ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടേക്ക് വന്ന മതങ്ങളുണ്ട്, പാർസി മതം ഉൾപ്പെടെ. ആ മതങ്ങളിൽപ്പെട്ടവർക്കും മതരഹിതർക്കും ഇനി ഇതിലൊന്നും പെടാത്ത ദൈവമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല, എനിക്കതേപ്പറ്റി ആകാംക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വാദമുണ്ട്. അഗ്നോസ്റ്റിക്കുകൾ എന്നാണ് അവരെ വിളിക്കുക, ആജ്ഞേയവാദികൾ. അവരുടെ കൂടിയാണ് ഇന്ത്യ. ആജ്ഞേയവാദിക്കും ചാർവാകനിൽ വിശ്വസിക്കുന്നവർക്കും ബുദ്ധനിൽ വിശ്വസിക്കുന്നവർക്കും പ്രകൃതിക്ക് മീതെ ഒരു ശക്തിയില്ല എന്ന് വിശ്വസിക്കുന്നവർക്കും പ്രകൃതിയാണ് ആത്യന്തികമെന്നും ഒക്കെ വിശ്വസിക്കുന്നവർക്കും അതെല്ലാം കണ്ണടച്ച് നിഷേധിക്കുന്നവർക്കും ഈ രാജ്യത്ത് അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ സവിശേഷത. ഞാൻ ഇത്രയും പറഞ്ഞത് എന്റെ പ്രസംഗങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഈ അടുത്ത കാലത്ത് ഊന്നി സംസാരിച്ചിട്ടുണ്ട്. ഒരു ജനക്കൂട്ടത്തെ കാണുമ്പോൾ പ്രസംഗകർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ആവേശം
അതുവഴി എന്തെങ്കിലുമൊക്കെ അപക്വമായി പറയാൻ അങ്ങനെ ശ്രമിക്കുന്ന ഒരാളല്ല ഞാൻ. വസ്തുതകൾക്ക് റെഫറൻസ് വേണം. ആ വസ്തുതകൾ നാളെ കോടതി വ്യവഹാരങ്ങൾക്ക് അവിടെ രേഖയായിക്കൊണ്ട് ഉദ്ധരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ വാക്കുകളിൽ കൊടുക്കാൻ പാടില്ല. ഈ ബോധ്യത്തോടെ പറഞ്ഞു വിടുന്ന വാക്കുകളെക്കുറിച്ച്, ചിന്തകളെക്കുറിച്ച് വ്യക്തമായ ഒരു അവബോധത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുക. എന്നാൽ അടുത്ത കാലത്ത് ചില പ്രസംഗങ്ങളിൽ ഉന്നയിച്ച വളരെ വസ്തുതാപരമായ ചില കാര്യങ്ങൾ ചില സുഹൃത്തുക്കൾ പാതി മാത്രം എടുത്ത് സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ചില പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ പൂർണ്ണ വീഡിയോ നിങ്ങൾ കാണേണ്ടതുണ്ട്, കണ്ടിട്ടുണ്ട്. ആ പറഞ്ഞതൊക്കെ പൗരാണിക കാലത്ത് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഇരുണ്ട സംസ്കാരത്തിന്റെ ഉള്ളറകളിൽ തളയ്ക്കപ്പെട്ട ഏറ്റവും കഷ്ടപ്പെട്ട മനുഷ്യരെ കുറിച്ചാണ്. ആ പീഡ അനുഭവിച്ച മനുഷ്യർക്കെതിരെ അവർ അനുഭവിച്ചു പോന്ന ത്യാഗസന്നദ്ധമായ ജീവിതത്തിന്റെ ഭൂതകാലം, ആ ഭൂതകാലത്തിൽ നിന്ന് അവരെ പെറുക്കിയെടുത്തതാണ് നമ്മുടെ നവോത്ഥാന നായകന്മാരെല്ലാം ചെയ്ത ശ്രേഷ്ഠകരമായ കർമ്മം. നവോത്ഥാന നായകന്മാരുടെ ഇത്തരം പ്രവൃത്തികളെ ഞാൻ എവിടെയും വില കുറച്ച് കണ്ടിട്ടില്ല. കാരണം ആ നവോത്ഥാന നായകന്മാരുടെ കൂടെ കഷ്ടപ്പാടിന്റെ ആ ചങ്കുറപ്പിലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അവരുടെയും സംഭാവന ക്രൈസ്തവർ വിസ്മരിക്കാറില്ല. നവോത്ഥാന നായകന്മാരുടെ ആരെയും തന്നെ അങ്ങനെ വിമർശിക്കത്തക്ക വിധത്തിൽ ഏതെങ്കിലും ഉള്ളടക്കമുണ്ടെന്നും ഞങ്ങൾ കരുതുന്നില്ല. പക്ഷെ പറയുമ്പോ ഇവർ ചെയ്തത് തങ്ങളുടേതായ സമുദായത്തിലെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങൾ, അതിന് കാരണഭൂതരായ അന്നത്തെ ഹൈറാർക്കി, അന്നത്തെ നമ്മൾ അറിയുന്ന ചരിത്രത്തിൽ നിന്നും വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്ന ബ്രാഹ്മണിക്കൽ ഹെജിമണി, ആ ബ്രാഹ്മണിക്കൽ ഹെജിമണിക്കെതിരെ പോരാടി സ്വന്തം ജനത്തെ അവിടുന്ന് അടർത്തി മാറ്റി രക്ഷിച്ച ഒരു മഹാരഥനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഇത് ചെയ്ത് ആരോട് പോരാടിയോ, ആരിൽ നിന്ന് അവരെ പിടിച്ചെടുത്തോ, അത്തരം പ്രവണതകൾ ഇന്ന് സമൂഹമധ്യേ കൊണ്ടെത്തിച്ചാൽ അത് അപകടകരമായ പ്രശ്നമുണ്ടാക്കും. ആ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കണം എന്ന് പറയുമ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ ചില വിമർശനങ്ങൾ വാലും തലയും ഇല്ലാതെ നടത്തിയാൽ ഞാനതൊന്നും കണ്ട് ഭയപ്പെടുന്ന ഒരാളല്ല. അതിന്റെ കാരണം എന്ത് പറഞ്ഞു എന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ബഹുമാനപ്പെട്ട നീതിപീഠത്തെ അത് കൃത്യമായി തന്നെ കൺവിൻസ് ചെയ്യിക്കാനുള്ള പ്രാപ്തിയുണ്ട്. ആ നിലയിൽ അതൊരു അഹന്തയായി എടുക്കരുത്, വിനയമായി തന്നെ എടുക്കണം. ആരോ സൂചിപ്പിച്ച പോലെ ഞാൻ LLB പരീക്ഷ കംപ്ലീറ്റ് ആക്കിയ ആളല്ല, പഠിച്ചിട്ടുണ്ട്. ചില പേപ്പർ കൂടി മാത്രം പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കുക. നിങ്ങൾ എൻ്റെ വില കുറച്ച് കാണരുത്. പേരിനൊപ്പം ഒന്നും അഡ്വക്കേറ്റ് എന്ന് പറയരുത്. ഇവിടെ ആരോ പറഞ്ഞല്ലോ ഉപദേശി എന്നേ പറയാമോ, അതാ കറക്റ്റ് വേണം. തോട്ടപ്പള്ളി സാർ അത് കൃത്യം പറഞ്ഞു, അതാണ് കറക്റ്റ്. നിങ്ങൾ എൻ്റെ വിലയും നിലയും ഒരിക്കലും കുറച്ച് കാണരുത്. ഞാനൊരു ഉപദേശിയാണ് അടിസ്ഥാനപരമായിട്ട്. അതേ വിളിക്കാവോ, അതേ പറയാവോ, അതാണ് എൻ്റെ വസ്തുത. എങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് സ്വന്തമായി ഞാൻ എന്ത് പറഞ്ഞു എന്ന് നീതിപീഠത്തെ ബോധ്യപ്പെടുത്തുവാനുള്ള ഗ്രാഹ്യം എനിക്കുണ്ട്. അതൊരു സത്യമാണ്. നീട്ടുന്നില്ല ആ കാര്യങ്ങൾ. നമ്മുടെ വിഷയം എന്താ? അതും വേട്ടമല സാറും ബഹുമാനപ്പെട്ട കുടുക്കാച്ചിറ പാസ്റ്ററും ആദരനായ കുഞ്ഞോൻ തോട്ടപ്പള്ളി സാറും ഒക്കെ കൃത്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ MP ഈ കാര്യം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ മതേതര ഇന്ത്യയിൽ ചില സമൂഹങ്ങളെ തിരഞ്ഞു പിടിച്ച് ബജറംഗ് ദൾ പോലെയുള്ള സംഘടനകൾ ആക്രമിക്കുന്നു. അവരുടെ കാലുകൾ ബുൾഡോസറുകൾ കൊണ്ടുവന്ന് ഉഴുതുമറിക്കുന്നു. അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ആക്ഷേപിക്കുന്നു. ഞങ്ങളുടെ തന്നെ ഒരു സഹപ്രവർത്തകൻ ഈ കോട്ടക സ്വദേശിയാണ്, വൈക്കംകാരനാണ്. അദ്ദേഹത്തെയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയും തെരുവിലൂടെ കൊണ്ടുപോയിട്ട് ചെരുപ്പിനടിച്ചിട്ട് അതിദാരുണമായി പീഡിപ്പിച്ചിട്ട് നിർബന്ധ പുരസരം ജയ് ശ്രീറാം എന്ന് വിളിപ്പിക്കുന്നു. അങ്ങനെ തെരുവീതിയിലൂടെ കൊണ്ടുപോകാൻ ഈ രാജ്യത്തിൽ ആർക്കാണ് അധികാരമുള്ളതെന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. ചിലരെയൊക്കെ പൊള്ളിക്കുന്നു, ചിലക്കത് ദുഃഖമുളവാക്കുന്നു, ചിലക്കത് വേദന ഉളവാക്കുന്നു. തീർച്ചയായും ഞങ്ങളുടെ ഇത്തരം വാക്കുകൾ നിങ്ങൾ ചെറിയൊരു അസ്വസ്ഥതയെങ്കിലും സൃഷ്ടിച്ചില്ലെങ്കിൽ ഈ യോഗം വിജയമല്ലെന്ന് അതിന്റെ അർത്ഥം. ഇത്തരം ചില കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു പറയുന്നത് വസ്തുതകളെ ആധാരമാക്കിയാണ്, വസ്തുതകൾ കൃത്യമായി അവലോകനം ചെയ്തിട്ടാണ്. ഞാൻ പറയും, ഇന്നിപ്പോ ഇവിടെ വന്നിരിക്കുന്ന ആളുകളെക്കാൾ അധികം ഇന്റലിജൻസ് ഓഫീസേഴ്സ് കേൾക്കാനുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിരവധി പേർക്ക് മറുപടി ഫോൺ വഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സന്തോഷം. അവരൊക്കെ നമ്മുടെ കാര്യങ്ങൾ സാഹൂതം ശ്രദ്ധിക്കണം, പഠിക്കണം.
നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അത് ഒരു മറയുമില്ലാതെ കൃത്യമായി നമ്മുടെ കാര്യങ്ങളെ അവതരിപ്പിക്കണം. അങ്ങനെ തന്നെ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്കിവിടെ ഒളിക്കാനൊന്നുമില്ല, ഞങ്ങൾക്ക് മറയ്ക്കാനൊന്നുമില്ല. ഒരു തുറന്ന പുസ്തകം പോലെയാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസത്തെ പൊതുജന സമൂഹം ഉയർത്തിക്കാട്ടി അതിനെ സ്ഥാപിക്കുന്നത് മതപരിവർത്തനം എന്ന നിലയിൽ ചുരുക്കിക്കാണുന്ന ഒരു പ്രവണതയോട് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം. ബഹുമാന്യരെ, വാസ്തവത്തിൽ ഞങ്ങളുടെ ഗുരു കർത്താവായ യേശുക്രിസ്തു കർശനമായി വിലക്കിയ ഒരു കാര്യമാണ് ഈ മതപരിവർത്തനം എന്ന് പറയുക. മതപരിവർത്തനം നിയമാനുസൃതം വിലക്കിയ ഒരു ഗുരുവാണ് ഞങ്ങളുടെ. കാരണം എന്താ? കർത്താവായ യേശു പഠിപ്പിച്ചു, മതപരിവർത്തനത്തിന് നടക്കുന്ന ആളുകളെ നോക്കിയിട്ട് പറഞ്ഞു, കപടഭക്തരെ, നിങ്ങൾ മലയും കാടുമൊക്കെ കടന്ന്, കടൽ കടന്ന്, സമുദ്രം കടന്ന്, ജലാശയങ്ങൾ കടന്ന് മറ്റുള്ളവരെ മതം മാറ്റാൻ ശ്രമിക്കുന്നു. അവരെ നിങ്ങൾ ഇരട്ടി നരകയോഗ്യരാക്കി തീർക്കുന്നു. അങ്ങനെ പറഞ്ഞ് മതപരിവർത്തനത്തെ വിമർശിച്ച ആളാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്റെ അറിവിൽ 2 മാസ് കൺവേർഷനുകളുടെ ശ്രമം നടന്നിട്ടുണ്ട്. ഒന്ന് വിജയിച്ചു, ഒന്ന് നടക്കാതെ പോയി. 2 ആളുകളാണ് ഏറ്റവും ശ്രദ്ധേയമായ മതപരിവർത്തനങ്ങൾ, ഒരു മാസ് കൺവേർഷൻ, ഒരു ജനാവലിയെ മുഴുവൻ മാറ്റാൻ ശ്രമിച്ചത്. ഒന്ന് ബുദ്ധമതത്തിലേക്കെങ്കിൽ മറ്റൊന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്കാണ്. ബുദ്ധമതത്തിലേക്ക് മാറ്റാൻ ശ്രമം നടത്തിയത് അത് കൃത്യമായി തന്നെ 5 ലക്ഷം അനുഗാമികളെയും കൊണ്ട് മഹാനായ അംബേദ്കർ. നിങ്ങൾ ഇങ്ങോട്ട് സൂചിച്ചിരിക്കണം, മിനിസ്റ്റർ വന്നാൽ നമുക്ക് സമയം കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. മഹാനായ അംബേദ്കർ 5 ലക്ഷം അനുഗാമികളുമായി അദ്ദേഹം ബുദ്ധിസ്റ്റായി. ഇനി മറ്റൊരു സംഭവം നടന്നത് മണകാട് നിന്ന് അധികം ദൂരമല്ലാത്ത കോട്ടയം ജില്ലയിലെ തിരുനക്കര മൈതാനത്താണ്. ആ തിരുനക്കര മൈതാനത്ത് 25,000 ആളുകളെ, ഈഴവ സഹോദരങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് സി കേശവന്റെ നേതൃത്വത്തിൽ അത്രയും ആളുകള് ഒത്തുചേർന്ന് ക്രിസ്ത്യാനിറ്റിയെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അതിനവർ പറഞ്ഞ കാരണം, ഞങ്ങൾക്ക് പെരുവഴിയിലൂടെ നടക്കാൻ വയ്യ, ഞങ്ങൾക്ക് പൊതുജന സമക്ഷം പോകാൻ വയ്യ. തിരുനക്കരയിൽ ഇന്ന് കാണുന്ന ആ മൈതാനത്തിന്റെ തൊട്ടപ്പുറത്ത് ഒരു ബോർഡ് വെച്ചിരുന്നു പണ്ട്. അതിന് സർക്കാർ രേഖകളിലൊക്കെ പറയുന്ന പേര് തേണ്ടാപ്പലക എന്നായിരുന്നു. തീണ്ടാപ്പലകയിൽ എഴുതി വെച്ചിരുന്നു, ഈഴവർ ആദിയായ പിന്നോക്ക ജാതിക്കാർ ഇതുവഴി നടന്നുകൂടാ. ആ പലക അവിടെ വെച്ചിരിക്കുക, അത് പൊതുവഴിയിൽ വെച്ചിരിക്കുക. ഇത് ആരെങ്കിലും അറിവില്ലാത്തൊരു മനുഷ്യൻ കൊണ്ട് സ്ഥാപിച്ചതല്ല, വിവരമില്ലാത്ത ഒരാൾ കൊണ്ട് സ്ഥാപിച്ചതല്ല, ഏതോ വർഗീയവാദി കൊണ്ട് സ്ഥാപിച്ചതല്ല, മറ്റുള്ള മനുഷ്യരെ അസഹിഷ്ണുതയോടെ കാണുന്ന ഏതോ വിവരം കെട്ടാൾ സ്ഥാപിച്ചതുമല്ല. രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാർ അന്ന് നിർദ്ദേശിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഇതുവഴി പോകാൻ പാടില്ല, അത് ആചാരവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ബ്രാഹ്മണിക്കൽ ഹെജിമണി സംരക്ഷിക്കാൻ തിരുവിതാംകൂർ രാജാക്കന്മാരും കൊച്ചി രാജാക്കന്മാരും ഒക്കെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട്. അവർ കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ വ്യവസ്ഥിതി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ അന്ന് ക്രിസ്ത്യാനിറ്റിയെ സ്വീകരിച്ച ആളുകൾക്ക് ആ സ്വാതന്ത്ര്യക്കുറവില്ല. അവർക്ക് തെരുവിലൂടെ നടക്കാം, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു, അത് സ്വീകരിക്കപ്പെടുന്നു, അത് പരിഗണിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ 25,000 ആളുകളെയും കൊണ്ട് തിരുനക്കര മൈതാനത്ത് ഒരു ജാഥ പോലെ വന്ന് കൂടിയിട്ട് CMS അഥവാ നമ്മളിന്ന് ആംഗ്ലിക്കൻ ചർച്ച എന്നൊക്കെ വിളിക്കുന്ന ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞതുപോലെ ആ കോളേജിലാണ്, അതിന്റെ അടുത്താണ് എന്റെ ഓഫീസ്. അവിടെ ഇരുന്നു കൊണ്ട് ആംഗ്ലിക്കൻ സഭയുടെ അധികാരികളായ അന്നത്തെ സുവിശേഷകര് പുറത്തേക്ക് വന്നു. ഹെൻറി ബെക്കറെ പോലെ, അതുപോലെ നമ്മൾ അറിയുന്ന ബെഞ്ചമിൻ ബെയ്ലിയെ പോലുള്ള ആളുകൾ മഹാരഥന്മാരിരിക്കുന്ന സ്ഥലമാണ്. ജോസഫ് പീച്ചിനെ പോലെ ഒക്കെയുള്ള ആളുകൾ ഇരിക്കുന്ന സ്ഥലമാണ്. തോമസ് നോർട്ടൺ, ഇവരൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു, സ്നേഹിത, നിങ്ങൾക്ക് അത്തരം വിമോചനങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ ധാരണ ശരിയാണ്, പക്ഷെ ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, അത് തുറന്നു പറയാം. നിങ്ങളെ ഞങ്ങൾക്കൊപ്പം ചേർക്കാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട്. ഇത്രയും വലിയൊരു മൂവ്മെന്റ് വന്നാൽ ചേർക്കാൻ പറ്റില്ല. അതിന്റെ കാരണം ഇത് വാസ്തവത്തിൽ സന്യാസത്തെക്കാൾ അല്പം കൂടി കട്ടി കൂടിയ ഒരു ജീവിതമാണ്. ഇതൊരു വ്യവസ്ഥാപിതമായ രീതിയുണ്ട്. ആ രീതി എന്താ? ഇനി ഒരിക്കലും ഈ മാർഗത്തിലേക്ക് വന്ന ശേഷം നിങ്ങൾക്ക് മദ്യപാനിയാവാനാവില്ല, നിങ്ങൾക്ക് പുകവലിക്കാനാവില്ല, നിങ്ങൾക്ക് ബഹുഭാര്യത്വം അനുഷ്ഠിക്കാനാവില്ല, നിങ്ങൾക്ക് ഭാര്യ ഉപേക്ഷിക്കാനാവില്ല. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പുരുഷ മേധാവിത്വം അത് സാധിക്കില്ല. കാരണം ഇത് സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു ലോകമാണ്.
ആ ലോകത്തേക്ക് ഒരു ഗ്രൂപ്പിന് ഒന്നടങ്കം വരാൻ കഴിയില്ല. ആ ഗ്രൂപ്പിൽ നിന്ന് ചിലർ അങ്ങനെ ആയിപ്പോയാൽ അത് മുഴുവൻ ഈ ക്രിസ്തു ശരീരത്തെ മലീമസമാക്കും, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ മുഴുവൻ തകർക്കും. അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾക്ക് അത്തരമൊരു ബോധം വരുന്നു. ആ ബോധം എന്താ? എന്റെ മദ്യപാനവും മയക്കുമരുന്ന് ശീലങ്ങളും ഒക്കെ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ നായകനായ ഒരു ദൈവമുണ്ടെന്ന്, ആ ദൈവം സൃഷ്ടിച്ചതാണ് ഈ പ്രപഞ്ചമെന്ന്, ആ ദൈവം കാലത്തിന്റെ സമ്പൂർണതയിൽ ഭാവിയായ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഇഹലോകത്തിലേക്ക് അയച്ചെന്നും, ആ പുത്രൻ പ്രായശ്ചിത്ത ബലിയായി കാൽവരിയുടെ കൊലമരത്തിൽ മരിച്ചെന്നും, അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ടെന്നും, ആ രക്തത്തിന്റെ ശുദ്ധീകരണമാണ് എന്റെ ജീവിതത്തെ ഒരു പുതുമനുഷ്യനാക്കുന്ന എന്ന ബോധ്യത്തോടെ ഇഹലോക ജീവിതത്തിൽ ത്യാഗങ്ങൾ സഹിച്ച് വേദന സഹിച്ച് ഒരു അതിജീവനത്തിന്റെ പ്രായോഗിക ക്രിസ്തീയ ജീവിതം നയിക്കാനുള്ള ഉള്ളടക്കത്തെ നീ എന്ന് ഉൾക്കൊള്ളുമോ അന്ന് മാത്രമേ നിന്നെ ഇതിന്റെ ഭാഗമായി സ്വീകരിക്കാൻ കഴിയൂ. ആ കൺവിക്ഷൻ നിനക്ക് തരുന്നതേ ഞങ്ങളല്ല, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നീതിയെക്കുറിച്ച് സത്യത്തെക്കുറിച്ചൊക്കെ ബോധ്യം വരുന്ന ആ ശരിയായ ചിന്തയിലേക്ക് നിങ്ങൾ വരികയും വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന പാഠങ്ങളെ ഉൾക്കൊള്ളുകയും ഒടുക്കം ആ പാഠങ്ങളിലൂടെ ഒരു കാര്യം നീ വിളിച്ചു പറയണം. ഹൃദയം കൊണ്ട് എന്താണെന്ന് വിശ്വസിച്ചത് അത് അധരം കൊണ്ട് നാവ് കൊണ്ട് ചെല്ലുചൊല്ലണം. എന്താണത്? രക്ഷയ്ക്ക് കാരണഭൂതനായി ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നസ്രായനായ യേശുവെന്ന ദൈവപുത്രൻ. മറ്റൊരുവനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുക്രിസ്തുവിന്റേത് എന്ന് നീ ഹൃദയത്തിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തിന്റെ പാപമംഗലമായ പഴയ ജീവിതത്തോട് എന്നേക്കും വിട പറഞ്ഞ് ഒരു പുതുമനുഷ്യരായി ജീവിക്കാൻ ആത്മസമർപ്പണം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങൾ നിന്നെ പഠിപ്പിച്ചു തുടങ്ങും. ആ രക്ഷാനുഭവം ഉൾക്കൊള്ളും. നിന്നെ സ്നേഹിച്ചു തുടങ്ങും. നിന്നോട് പണ്ടേ സ്നേഹമുണ്ട്. നിന്നെ മാറോട് ചേർക്കും. നിന്റെ ജീവിത വ്യതകളുടെ ഭാഗമാകും. ഞങ്ങൾക്കുള്ളതിന്റെ ഓഹരി തരും. നിന്റെ ആ കുടിലിനുള്ളിലേക്ക്, കഷ്ടപ്പാടിനുള്ളിലേക്ക് ഞങ്ങൾ ഇഴുകിച്ചേരും. ഞങ്ങൾ പക്ഷം ചേരും. എന്നാൽ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഈ വസ്തുതകൾ നിനക്ക് ബോധ്യമായി എന്ന് വന്നു കഴിയുമ്പോൾ യേശുക്രിസ്തു പഠിപ്പിച്ച, ശിഷ്യന്മാർ അനുഷ്ഠിച്ച കർത്തവ്യമായ നിമജ്ജന സ്നാനം നീ കൈക്കൊള്ളണം. ലജ്ജ കൂടാതെ കൈക്കൊള്ളണം. ഇതിന് കുറഞ്ഞത് 1 വർഷമെങ്കിലും കാലമെടുക്കും. ഈ 1 വർഷക്കാലം നീ ഇത് കൃത്യമായി പാലിക്കുന്നുവെന്ന് ഞങ്ങളുടെ നിരീക്ഷണത്തിൽ അത് ബോധ്യപ്പെട്ട് സഭയ്ക്ക് ബോധ്യപ്പെടുന്ന ഘട്ടത്തിലെ നിന്നെ അതിനുവേണ്ടി അങ്ങനെ സ്വീകരിക്കും. പിന്നെയുമുണ്ട് വസ്തുതകൾ. അങ്ങനെ വരുന്ന താങ്കൾക്ക് ഞങ്ങൾ 75 ചോദ്യങ്ങൾ ചോദിക്കും. ഈ 75 ചോദ്യങ്ങൾ ഒരു മലയാളിയും ഉണ്ടാക്കിയതല്ല. അതെന്താണ്? ദൈവത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നുവോ? ആ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ നീ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയിരിക്കണം. മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, മഹാദൈവം, പ്രപഞ്ചനാഥൻ, ജഗത്തിന്റെ മുഴുവൻ കാരണഭൂതൻ. ഇത് കൃത്യം ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ആ ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്തിന് സ്ഥാനപ്പെടുന്നുവെന്നറിഞ്ഞിരിക്കണം. എന്തിന് വിശുദ്ധ ജീവിതം നയിക്കുമെന്നറിഞ്ഞിരിക്കണം. സഹോദരനെ എങ്ങനെ കാണണമെന്നറിഞ്ഞിരിക്കണം. ഈ 75 ചോദ്യങ്ങൾ ലണ്ടനിലെ മിഷൻ പ്രസിൽ അച്ചടിച്ച് അവിടെ ഇംഗ്ലീഷിൽ പ്രസിദ്ധം ചെയ്തതിന്റെ മലയാള കോപ്പികൾ അവിടെ വിതരണം ചെയ്യും. അത് വായിച്ച് പഠിച്ച് ഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഒറ്റക്കൊറ്റക്ക് നിങ്ങൾ വന്നാൽ ഞങ്ങൾ സ്നാനം നൽകി ഇതിന്റെ ഭാഗമാക്കാം. മനസ്സിലായോ? ഇങ്ങനെയാണ് സ്നാനം. ഈ ചരിത്രമൊക്കെ പഠിക്കും. മിഷൻ രേഖകൾ കിട്ടും. ഇങ്ങനെയാണ് ആളുകൾ വരുന്നത്, ഈ വിശ്വാസത്തിന്റെ ഭാഗമാകാൻ വരുന്നത്. ഇനി ചില പറയുന്നത് ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചതാണ് ഈ മാർഗം. അങ്ങനെയല്ല. ഇന്ത്യയെക്കുറിച്ചുള്ള, ക്രൈസ്തവ സഭയെക്കുറിച്ചുള്ള ഏറ്റവും പൗരാണികമായ രേഖ 2-ാം നൂറ്റാണ്ടിലേതാണ്. ആ രേഖ ഒരു കോപ്റ്റിക് മിഷണറി, ഈജിപ്തുകാരെയാണ് കോപ്റ്റിക്കുകൾ എന്ന് വിളിക്കുക. ഒരു കോപ്റ്റിക് മിഷണറി, അത് ചരിത്രത്തിലുള്ളതാ. അദ്ദേഹത്തിന്റെ പേര് പാൻഡിനാസ് എന്നായിരുന്നു. ഈ പന്തീനാസ് നമ്മുടെ രാജ്യത്തിലേക്ക് വരിക. അദ്ദേഹത്തിന്റെ പക്കൽ ഒരു ഈജിപ്ഷ്യൻ ബൈബിൾ ഉണ്ട്, കോപ്റ്റിക് ഭാഷയിലുള്ള ബൈബിളുണ്ട്. ആ ബൈബിളുമായി അദ്ദേഹം ഇവിടെ എത്തി. ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഭാഷ കഷ്ടപ്പെട്ടൊക്കെ പഠിക്കണം. എന്നിട്ട് ഈ കോപ്റ്റിക് ഭാഷയിലേക്ക്, ഇത് കോപ്റ്റിക് ഭാഷയിൽ നിന്ന് ബൈബിൾ ഇങ്ങോട്ട് മൊഴിമാറ്റം ചെയ്ത് കൊടുക്കണം. ആ ശ്രമത്തിന് വന്നതാണ്. അദ്ദേഹം ആ ഉദ്യമം അവസാനിപ്പിച്ച് മടങ്ങി. അതിന് കാരണം
തന്റെ ഡയറി കുറിപ്പിൽ എഴുതി വെച്ചത് ചരിത്രകാരനായ യൗസേബിയസ് ഉദ്ധരിക്കുന്നുണ്ട്. ഇതാ 2-ാം നൂറ്റാണ്ടിലേതാ അവിടെ എന്താ എഴുതിയിരിക്കുന്ന യൗസേബിയസിന്റെ ചരിത്രത്തിൽ പ്രമുഖരായ ക്രൈസ്തവ സഭയുടെ ചരിത്രകാരന്മാരുണ്ട്. ആദ്യത്തെ ചരിത്രകാരൻ ലൂക്കോസാണ്. ബൈബിളിൽ തന്നെ എഴുത്തുകാരനായ അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ എഴുത്തുകാരനായ ലൂക്കോസ്. ഇനിയും മറ്റു ചരിത്രകാരന്മാരുണ്ട്. ഒരാളാണ് ഞാൻ ഉദ്ധരിച്ച ഈ യൗസേബിയസ്. ഇനിയും കേട്ടിട്ടുണ്ട് സൊസേമൻ, മറ്റൊരു ചരിത്രകാരൻ. ഇനിയും കേട്ടിട്ടുണ്ട് സോക്രട്ടസ്. നമ്മൾ അറിയുന്ന സോക്രട്ടീസ് അല്ല, സോക്രട്ടസ് എന്ന ഒരു സഭാചരിത്രകാരനുണ്ട്. ഈ ചരിത്രകാരന്മാർ കൃത്യതയോടെ രേഖപ്പെടുത്തി വച്ച വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹം തന്റെ കുറിപ്പിൽ എഴുതി വെച്ചു. ഈ പന്തിനാസ് മടങ്ങിച്ചെന്ന് എഴുതി വെച്ച ആ കുറിപ്പ് യൗസേബിയസ് ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്: കുരുമുളകിന്റെ നാട് ഞാൻ സന്ദർശിക്കവേ. ഏതാണ് കുരുമുളകിന്റെ നാട് എന്ന് ചരിത്രം പഠിച്ച് നിങ്ങൾക്കറിയാം. കുരുമുളകിന്റെ നാട് ഞാൻ സന്ദർശിക്കവേ. ഏതാണ് കുരുമുളകിന്റെ നാട്? പാശ്ചാത്യരുടെ കുരുമുളകിനോടുള്ള ആകർഷണീയത അത് വളരെ പ്രസിദ്ധമാണ്. മാംസം കൂടുതലായി ഭക്ഷിക്കുന്ന പാശ്ചാത്യര് ഈ മാംസഭക്ഷണം കേടുകൂടാതെ സൂക്ഷിക്കാൻ കുരുമുളകും ഉപ്പും വിതറി തണുപ്പേറിയ ആ ജീവിത സാഹചര്യത്തിൽ സംരക്ഷിച്ചു വെക്കുന്ന പതിവുണ്ടായിരുന്നു. അതുകൊണ്ട് പൊന്നു കൊടുത്തുകൊണ്ട് പകരം കുരുമുളക് വാങ്ങി അങ്ങനെ നമ്മുടെ നാടുമായി പണ്ടേ സമ്പർക്കമുള്ള ആ ചരിത്രമറിയാവുന്ന ആള് നമ്മുടെ നാടിനിട്ട പേരാണ് കുരുമുളകിന്റെ നാട്. കുരുമുളകിന്റെ നാട് ഞാൻ സന്ദർശിക്കവേ. ആര്? ഈ പന്തിനാസ് എന്ന ഈജിപ്തുകാരൻ. അദ്ദേഹം പറയാണ്, ഞാൻ അവിടെ ഒരു കാഴ്ച കണ്ടു. എന്താണ് ആ കാഴ്ച? മത്തായിയുടെ സുവിശേഷം എബ്രായ ഭാഷയിൽ വായിക്കുന്നവരെ ഞാൻ അവിടെ കണ്ടു. എന്താ ഇതിന്റെ അർത്ഥം അറിയണ്ടേ? ഇന്ത്യയിൽ ഈ പാന്തിനാസ് വരുന്നതിന് മുമ്പ് വിശുദ്ധ ബൈബിളിന്റെ യഥാർത്ഥ ഭാഷയാകുന്ന എബ്രായിൽ എഴുതിയ ആ എബ്രായ എന്നത് പാന്തിനാസിന് പറ്റിയൊരു തെറ്റാണെന്നും പറയുന്നുണ്ട്. കാരണം അദ്ദേഹം കണ്ടത് അരാമിക്കിലെ പുസ്തകമാണെന്നും ഒരു വാദമുണ്ട്. ഭാഷ ഏതുമാകട്ടെ, അരാമിക്കോ എബ്രായോ ആകട്ടെ, കാരണം അത് സഹോദര ഭാഷകളാണ്, അത് ചേർന്ന് നിൽക്കുന്ന ഭാഷകളാണ്. അതിന്റെ വ്യാകരണവും ചിന്തയും ഒക്കെ ഒരുപോലെയാണ്. ഏതായാലും അദ്ദേഹം എഴുതുക, അത് വായിക്കുന്ന ആളുകളെ ഇവിടെ കണ്ടു. പാന്തിനാസ് വരും മുമ്പ് ക്രിസ്തീയ സാന്നിധ്യം ഈ കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിന്റെ 100 അടരുകളിൽ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അത്രയും കാലത്തെ സഭാപ്രവർത്തനങ്ങൾക്കിടയിൽ സഭകൾക്ക് പറ്റിയ ഒരു പരാജയമുണ്ട്. അത് പരമ്പരാഗതമായ ചില രീതിശാസ്ത്രങ്ങൾക്കും കീഴ്വഴങ്ങൾക്കും ഗോത്രവർഗ ബോധത്തിനും ഒക്കെ വിധേയപ്പെട്ട് ഉറങ്ങിക്കിടക്കുന്ന ഘട്ടത്തിലാണ് ഇവിടേക്ക് മിഷണറി ദൗത്യത്തിന്റെ ഒരു 2ാം ഘട്ടം ആരംഭിക്കുന്നത്. ആ 2ാം ഘട്ടം മഹാനായ വില്യം കേറി എന്നറിയപ്പെടുന്ന പ്രതിഭാധനനായ ഒരു ദൈവദാസനിലൂടെയാണ്. ഇംഗ്ലണ്ടിലെ കെറ്ററിംഗ് എന്നൊരു സ്ഥലം. ആ കെറ്ററിംഗിൽ ഒരു ചെരുപ്പുകുത്തിയുടെ മകനായി ജനിച്ചു വളർന്ന് ഒരു CMS, നമ്മൾ ഇന്ന് CMS എന്ന് വിളിക്കുന്ന ആംഗ്ലിക്കൻ ചർച്ചിന്റെ ഒരു പാരീഷണറുടെ മകൻ, ഒപ്പം ചെരുപ്പ് തുന്നുന്ന, ഷൂസ് തുന്നുന്ന, പട്ടാളക്കാർക്ക് യുദ്ധ ഘട്ടത്തിൽ ആവശ്യമായ അത്തരം ഷൂസുകൾ ഉണ്ടാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ട ആ മനുഷ്യൻ ജോലിക്കിടയിൽ വീണ് കിട്ടുന്ന സമയം പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ആ മനുഷ്യൻ കഠിനാധ്വാനം കൊണ്ട് വിവിധ ഭാഷകൾ പഠിച്ചു. ഗ്രീക്ക് ഭാഷ പഠിച്ചു, എബ്രായ ഭാഷ പഠിച്ചു, ലാറ്റിൻ പഠിച്ചു. അങ്ങനെ അവിചാരിതമായി അദ്ദേഹം ഇന്ത്യയെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ത്യ അപ്പോഴേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആധിപത്യത്തിന് കീഴിലായിരുന്നു. 1600കളിൽ ബംഗാളിലെ സിറാജുദ്ദൌളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് കടന്നു വരികയും ക്രമേണ നാട്ടുരാജ്യങ്ങളെ തങ്ങളുടെ ചൊൽപ്പടിക്കാക്കുകയും ഏതെങ്കിലും ഒരു നാട്ടുരാജ്യത്തിന്റെ അനന്തരാവകാശിയായ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ ഉടൻ അനന്തരാവകാശി ഇല്ല എന്ന് ഉറപ്പാക്കിയാൽ ലാപ്സ് നിയമം എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക സംവിധാനത്തിലൂടെ കമ്പനി ഇതെല്ലാം അധീനപ്പെടുത്തുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യയെ കുറിച്ച് കേട്ടു. ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിച്ചു. ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിച്ച വില്യം കേറി വളരെ കാത്തു നിൽക്കുക. എങ്ങനെ വരണമെന്നൊരു പിടിയുമില്ല. ഈ രാജ്യത്തിന്റെ അവസ്ഥകളെ കുറിച്ചൊക്കെ കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിച്ചു. ഒടുവിൽ തന്റെ ആഗ്രഹം തന്റെ ചാപ്പലിൽ പറഞ്ഞു. ആ വിശ്വാസത്തിൽ ഒരു സവിശേഷത ഉണ്ടായിരുന്നു. ഈ അദ്ദേഹം പോയിക്കൊണ്ടിരുന്ന ചർച്ചിലെ ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു ദൈവശാസ്ത്ര ചിന്തയുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട തോട്ടപ്പള്ളി സാറ് ഒരു പണ്ഡിതനാണ്. അൾട്രാ കാൽവിനിസം വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു. പ്രിയപ്പെട്ട വിൻസെന്റ് പാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനൊക്കെ അറിയാം വാട്ട് ഈസ് അൾട്രാ കാൽവിനിസം. അൾട്രാ കാൽവിനിസം അതായത് ദൈവം തനിക്ക് വേണ്ടവരെ അങ്ങ് ചേർത്തുകൊള്ളും, നമ്മൾ മിഷൻ പ്രവർത്തനമൊന്നും ചെയ്യണ്ട എന്ന് വേണമെങ്കിൽ അതിന്റെ പ്രായോഗിക വശത്തെ പറയാം. വാസ്തവത്തിൽ അങ്ങനെയൊന്നുമല്ല, അതിന് വേറെ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. പോകട്ടെ, അതിനുള്ള ഒരു വേദിയല്ലല്ലോ ഇത്. പക്ഷേ അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ച് വേദന തോന്നാൻ ഒരു കാരണമുണ്ടായിരുന്നു. തുകല് തുന്നിക്കൊണ്ടിരിക്കെ, ചെരുപ്പ് തുന്നിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന് അതിന്റെ അവശിഷ്ടങ്ങളായി വരുന്ന ഈ തുകലുകൾ ചേർത്തുകൊണ്ട് ഒരു ഗ്ലോബ് ഉണ്ടാക്കി.
ആ ഗ്ലോബിൽ അദ്ദേഹം വിവിധ രാഷ്ട്രങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കെ ഒരു തമാശക്ക് ഈ ബൈബിള് കടന്നുചെല്ലാത്ത സ്ഥലങ്ങളെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ആ സ്ഥലങ്ങളെ ചുവന്ന മഷിക്ക് ഇങ്ങനെ തൂത്തടയാളപ്പെടുത്തി. അദ്ദേഹത്തിന് മനസ്സിലായി, ഇന്ത്യയിൽ ഈ ബൈബിൾ ഇങ്ങനെ കടന്നു വന്ന് പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല. പണ്ടെങ്ങോ കിട്ടിയ ആ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ സഭകളൊക്കെ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഇന്ത്യയിലേക്ക് പോകണം, ആരുമില്ല സഹായിക്കാൻ, ഒരു സാധാരണ മനുഷ്യനാണ്. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഒരാളെ പരിചയപ്പെട്ടു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു ഡോക്ടർ ജോൺ തോമസ്. ഈ ഡോക്ടർ ഇദ്ദേഹത്തെ അവിചാരിതമായി കണ്ടപ്പോൾ ഇദ്ദേഹം തന്റെ ആവശ്യം പറയുക, എനിക്ക് ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. ഡോക്ടർക്ക് വലിയ സന്തോഷം. താങ്കൾ വരൂ, നമുക്ക് ഇന്ത്യയിലേക്ക് പോകാം, ഞാൻ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാം. കാര്യങ്ങളെല്ലാം ഇങ്ങനെ സജ്ജീകരിച്ചെങ്കിലും ഒരു പ്രശ്നമുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ മിഷണറിമാർക്ക് വിസ കൊടുക്കില്ല. കാരണം കമ്പനിക്കൊരിക്കലും ഇന്ത്യയിൽ ബൈബിൾ പ്രചരിപ്പിക്കാനോ സുവിശേഷം അറിയിക്കാനോ താല്പര്യമില്ല. കാരണം അത് സുവിശേഷത്തിന്റെ പ്രചരണം എന്ന് പറയുന്നത് കേവലമായ ഒരു വിശ്വാസത്തിന്റെ പ്രാഥമിക പാഠം കൊണ്ട് തീരത്തില്ല. അതിന് കുറെ രീതിശാസ്ത്രങ്ങളുണ്ട്. അതെന്താ? ഈ വിശ്വാസത്തിന്റെ ഭാഗമാ ആത്മീക വർധന വരിക. ആത്മീക വർധനയ്ക്ക് വേണ്ടി അവർ ബൈബിൾ വായിക്കണം, അതിന് ബൈബിൾ ഉണ്ടാകണം. എങ്ങനെ ബൈബിൾ ഉണ്ടാകണം? ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ വികാസം പ്രാപിച്ച ഒരു ഭാഷയിലോ മാത്രം പോരാ, നിങ്ങളുടെ മാതൃഭാഷയിൽ അതിന് പുസ്തകമുണ്ടാകണം. അത് വലിയൊരു ജോലിയാണ്, പരിഭാഷപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ പുസ്തകമുണ്ടായാൽ പോരാ, നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കണം. നമുക്കറിയാം, അങ്ങ് ആഫ്രിക്കയിലെയും മറ്റും ബുക്കർ ടി വാഷിംഗ്ടന്റെ ഒക്കെ ചരിത്രം അറിയാം. അദ്ദേഹമൊക്കെ ഇങ്ങനെയാണ് കഷ്ടപ്പെട്ട് തന്റെ രാജ്യത്ത് കൽക്കരി ഖനികളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചത്. അങ്ങനെയാണ്. അതുകൊണ്ട് വായന പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറും, ലിപികൾ പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറും. അപ്പൊ അക്ഷരാഭ്യാസം ഇതോട് ചേർന്ന് കിട്ടുന്ന ഒരു പാക്കേജിന്റെ ഭാഗമാണ്. നിങ്ങൾ ഇത് വായിച്ചേ പറ്റൂ. വായന നിത്യജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ ഒരു കാര്യം കൂടി അറിയും. എന്താ അറിയണ്ടേ? നിങ്ങൾ ഇത് വായിച്ചാൽ അനായാസന മനസ്സിലാകും. അതിന്റെ കാരണം, ഞങ്ങളെപ്പോലൊരു ആള്, ക്ലാസ് എടുക്കുന്ന അധ്യാപകരും ഒന്നും ഇത് വന്ന് പഠിപ്പിക്കാതെ ബൈബിളിലെ 95% കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും. അതെന്താ ഞാൻ അങ്ങനെ പറയുന്നത്? അതിന്റെ കാരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ വായിക്കുക, 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഈ കാര്യം വായിച്ചാൽ ആർക്കാ മനസ്സിലാവാത്തത്? അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി, അവൻ തിരുവായി പൊഴിഞ്ഞ് അവരോട് അരുളി ചെയ്തു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അത് ഏത് നിരക്ഷര കുറ്റിക്കും മനസ്സിലാകും. അതാണ് ബൈബിളിന്റെ സ്വാധീന ശക്തിയുടെ ഏറ്റവും വലിയ തെളിവ്. പാണ്ഡിത്യ ലോകത്ത് മസ്തിഷ്കത്തോട് ഇടപെടുന്ന ഒരു പിടി ജ്ഞാനത്തിന്റെ സമാഹാരമല്ലിത്. ഹൃദയാന്തർഭാഗത്തേക്ക് തുളച്ചു കയറുന്ന 100,000 ആത്മതത്വങ്ങളുടെ ഹൃദയ വിശാലതയുടെ ചിന്തയായത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തര മൂർച്ചയേറിയ ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും പ്രാണനെയും ആത്മാവിനെയും ഹൃദയങ്ങളെയും സന്ധിവറ്റകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. മഹാശക്തിയുള്ള ഈ വചനത്തിന്റെ പരിഭാഷ ആ വചനം നിർവഹിച്ച് ആളുകൾക്ക് കൊടുക്കണം. അത് മാത്രം പോരാ, ഒപ്പം പാട്ടുകൾ ഉണ്ടാക്കണം, പാട്ടുകൾ എഴുതണം. നമ്മുടെ സഹോദരൻ എത്ര മനോഹരമായിട്ടാണ് പാടുന്നത്. വലിയ സന്തോഷം തോന്നി. അർത്ഥവത്തായ പാട്ട്, എത്ര പാടിയാലും മടുക്കാതെ വീണ്ടും വീണ്ടും പാടുക. ഈ പാട്ടുകൾ പാടണം. മാത്രമല്ല, ഞങ്ങൾക്ക് സിയോൻ ഗീതാവലി എന്ന് പറഞ്ഞൊരു വലിയ പുസ്തകമുണ്ട്. അമ്മച്ചിമാര് പലരും വിശ്വസിച്ചിരിക്കുന്നത് അതും ബൈബിള് പോലൊരു സാധനമാണ്. ഇത് ഒരു കാര്യം അറിയണ്ടേ, എനിക്ക് പരിചയമുണ്ട്. അക്ഷരാഭ്യാസം ഇല്ല, പക്ഷെ ബൈബിളും വായിക്കാൻ അറിയാം, സിയോൻ ഗോദാവലി നോക്കി പാടാൻ അറിയാം. അങ്ങനെയുള്ള അമ്മച്ചിമാരുണ്ട്. സ്വത്രം ബഹുമാനപ്പെട്ട വേട്ടമല സാറിന്റെ പൂർവികനുണ്ട്, പിതാവുണ്ട്. അദ്ദേഹത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ. അദ്ദേഹം ഒരു കവിയായിരുന്നു, വിദ്യാസമ്പന്നനല്ലെന്ന് മാത്രമല്ല നിരക്ഷര കുട്ടി. പക്ഷെ ആത്മാവിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നു കൊടുത്ത ചിന്ത കൊണ്ട് ഹൃദയാന്തർഭാഗത്ത് നിന്ന് പുറപ്പെട്ടു വന്ന ചിന്തകളുടെ നിർഗളിത ധാരയിൽ പിറന്ന 100 ഗാനങ്ങളുണ്ട്. അത് സഭാവിഭാഗ വ്യത്യാസമന്യേ മലയാളി മുഴുവൻ പാടി ആരാധിക്കുന്ന അനുഭവമായ ഗാനങ്ങളാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ഇത്രയൊക്കെ പറഞ്ഞത്? ഈ പാട്ടും പാടണം, ബൈബിളും വായിക്കണം. മാത്രമല്ല, കുറെ കഴിയുമ്പോഴേക്ക് സഭകൾക്കുള്ളിൽ ദൈവം നൽകിയ ഉപകാരങ്ങളെ കുറിച്ച് ആളുകൾ ഇങ്ങനെ ഘോഷിക്കും. അതിനുവേണ്ട ഭാഷ ചിട്ടപ്പെടുത്തണം. ചുരുക്കി പറഞ്ഞാൽ, ഈ ബൈബിളിന്റെ വായന നിങ്ങളെ സാംസ്കാരികമായി അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതതിന്റെ ഒരു പരോക്ഷ ലക്ഷ്യമാണ്, അതതിന്റെ ഒരു പരോക്ഷ ചിന്തയാ. ക്ഷമിക്കണം, നമ്മുടെ ആളുകള് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ആ കാരണം എന്താണെന്നറിയണ്ടേ? ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ നവോത്ഥാന നായകന്മാരുടെ പേരിൽ തന്നെ വരേണ്ടതാണ് ബ്രദറൻകാരുടെയും പെന്തകോസ്തുകാരുടെയും ഒക്കെ പൂർവികരായ അതിന്റെ തുടക്കക്കാരുടെ ചരിത്രം. അങ്ങനെ എന്തുകൊണ്ടാണ് ഈ തോട്ടപ്പള്ളി സാറും കുര്യാക്കോ സാറും ഒക്കെ ചിന്തിക്കാത്തതെന്നാണ് എന്റെ ഒരു പ്രതിഷേധം. എന്റെ കാരണമുണ്ട്. കാരണം ഈ സാമൂഹ്യ ചിന്തകന്മാരും നവോത്ഥാന നായകന്മാരും ഈ നവോത്ഥാനം നിർവഹിച്ചത് എവിടെയാണെന്നറിയണ്ടേ? അവരവരുടെ കമ്മ്യൂണിറ്റിക്കുള്ളിലാണ്.
അതൊക്കെ തെറ്റൊന്നുമല്ല. ആ സ്വന്തം കമ്മ്യൂണിറ്റിയെ അത് കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നു. അവർ കടന്നുപോയ ഏറ്റവും നീചമായ അവസ്ഥാവിശേഷം അതായിരുന്നു. ഉദാഹരണം, മഹാരഥനായ അയ്യങ്കാളി, ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നല്ല, അത് പലർക്കും അറിയില്ല. സ്വാതന്ത്ര്യം ഉള്ള കാലത്താണ് അദ്ദേഹം ഈ സമരം ചെയ്തത്. ശരി, 8 വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വഴി കൂടെ നടക്കാൻ 8 വർഷം മുമ്പേ സർക്കാർ ഓർഡർ ഇട്ടതാ, ഗവൺമെന്റ് ഓർഡർ ഇട്ടതാ. അത് പലർക്കും അറിയില്ല. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയെന്നല്ലെന്ന്. അദ്ദേഹം സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടി 8 കൊല്ലം കഴിഞ്ഞ് തെരുവീതിയിലൂടെ നടക്കുമ്പോൾ ആളുകൾ കല്ലെറിയുക, മനുഷ്യർ ഇറങ്ങാൻ വയ്യ. കാരണം പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിച്ച് ഇദ്ദേഹം എന്തോ വലിയ തിരിച്ചടിക്കുന്ന ആളോ അമാനുഷികനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊന്നുമല്ല. ഒരു സാധുവായ മനുഷ്യൻ, നല്ല മനുഷ്യൻ, അപ്പൊ തന്നെ ധീരതയ്ക്ക് വേരുകെട്ട മനുഷ്യനാണ്. അദ്ദേഹം വില കൊടുത്തു വാങ്ങിയ വില്ലുവണ്ടിയിലൂടെ തെരുവീതിയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, മുമ്പേ തടയാൻ വന്ന മാടമ്പിമാരെ മുഴുവൻ അദ്ദേഹം നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. അത് മറ്റൊരു സത്യം. അത് സാന്ദർഭികമായി സംഭവിച്ചതാ. അല്ല 10 പേരെ തല്ലിക്കൊല്ലണമെന്നോർത്തോ നേരിടണമെന്നോർത്തോ പോയതല്ല. അതിന്റെ പേര് സെൽഫ് ഡിഫൻസ് എന്നാണ്. അത് ഉപയോഗിക്കാത്തൊരു സമൂഹം നമ്മളാ. അത് മറ്റൊരു സത്യം. ലോകത്ത് സെൽഫ് ഡിഫൻസ് അങ്ങനെ നമ്മുടെ രാജ്യത്തെ നിയമം ഉണ്ടല്ലേ. സെൽഫ് ഡിഫൻസ് അത് നമുക്ക് അധികാരമുണ്ട്, അതിന് നമുക്ക് അവകാശമുണ്ട്. ഒരു സ്ത്രീ ഒറ്റയ്ക്കൊരു മുറിയിൽ ഇരിക്കുന്നു, ഒരു സ്ഥലത്ത് ഒരാൾ ഒറ്റപ്പെട്ടു പോയി, അവരെ ആക്രമണകാരിയായ ഒരാൾ ആക്രമിക്കാൻ വന്നാൽ അവർക്ക് സെൽഫ് ഡിഫൻസ് എന്നൊരു അവകാശം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഒരു സ്റ്റാൻഡിൽ ഒരു സ്ത്രീ ഒറ്റപ്പെട്ടു പോയി, ആ സ്ത്രീക്ക് നേരെ ഒരുപറ്റ ആളുകൾ ആക്രമിക്കാൻ വരുമ്പോൾ അവർ ഒറ്റപ്പെട്ട് നിൽക്കുക. അത് കണ്ടുകൊണ്ട് ഞാനും നിങ്ങളും തൊട്ടടുത്ത് നിന്നാൽ നമ്മുടെ പേരിലും കേസ് വരും. സാറുമാരോട് ചോദിക്കും. കാരണം കുറ്റകൃത്യം തടഞ്ഞില്ല, ഞാനായി, എന്റെ പാടായി, എന്റെ ആത്മീയതയായി എന്ന് പറഞ്ഞ് എന്റെ വഴിക്ക് പോയാൽ ഈ നിൽക്കുന്ന സാറന്മാർ ഒരു കരുണയും കാണിക്കുകയില്ല. ഇത് കണ്ടിട്ടും ഒരു വാക്കുകൊണ്ട് പോലും നീ തടഞ്ഞില്ല. കാരണം നിനക്ക് മനുഷ്യത്വമില്ല, മനുഷ്യത്വം എന്ന ബോധമില്ല. അവിടെ ഡിഫൻസിന് അവകാശമുണ്ട്. പക്ഷെ എന്താ, എക്സസീവ് ഫോഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ നമുക്ക് ചിട്ടയ്ക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ലാത്ത കൊണ്ടൊന്നുമല്ല. പിന്നെന്താണ്, നമുക്കിത് സാധിക്കാത്ത മറ്റൊരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിന്റെ പേരാ വിശുദ്ധ ബൈബിൾ. ഹല്ലേലൂയ. അതിന്റെ പേരാ വിശുദ്ധ ബൈബിൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടു പോകുകയല്ല. അപ്പോൾ ഈ രാജ്യത്ത് ഇങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ നിലനിന്നപ്പോൾ ഈ രാജ്യത്ത് എല്ലാത്തരം ആളുകളെയും എല്ലാ നിലയിൽ നിന്നും കൊണ്ടുവന്നൊരു മാർഗമാണ് ഈ ബ്രദറൻ പെന്തക്കോസ്ത് അടക്കമുള്ള ക്രിസ്തീയ സമൂഹങ്ങൾ, കത്തോലിക്ക സഭയടക്കം. കത്തോലിക്ക സഭയിലേക്കും മറ്റുള്ള മനുഷ്യർ വരുന്നത് 1858 ആദ്യമായി കൺവേർട്സുകൾ പിൽക്കാലഘട്ടത്തിൽ നീണ്ട ഒരു ചരിത്രത്തിന് ശേഷം, പോർച്ചുഗീസ് സംഭവത്തിന് ശേഷം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. മാവേലിക്കര പടിയോല, നിരണം ഗ്രന്ഥവരി, ഈ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മനസ്സിലാകും യാക്കോബായ സഭയിലേക്കും ഓർത്തഡോക്സ് സഭയിലേക്കുമൊക്കെ ഉള്ള ആളുകളുടെ പ്രവാഹവും അത് മിഷണറിമാരുമായി നടന്ന ചില തർക്കങ്ങളും സംവാദങ്ങളും ഒക്കെ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്റെ വിഷയം അതല്ല. ഞാൻ എന്തിനാ പറഞ്ഞു എന്നറിയണ്ടേ? ഒരു കാര്യം വളരെ ആദർശശുദ്ധിയോടെ പറയാം. ബഹുമാനപ്പെട്ട വെട്ടമല സാറ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഇവിടേക്ക് എല്ലാത്തരം മനുഷ്യരും വന്നു. അത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞോന്തോട്ടപ്പള്ളി സാറും പറഞ്ഞു. പണ്ഡിറ്റ് രമാബായി സരസ്വതി എന്ന ചിത്പവൻ ബ്രാഹ്മണ സ്ത്രീ, അത് ആ പറയുമ്പോൾ അവരെ കുലത്തെപ്പറ്റി പറയുമ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം, ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെ ആ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു, ആ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു, ഉന്നത കുലജാതനെന്ന് സമൂഹം കരുതുന്ന ആളായിരുന്നു. അവിടുന്ന് യേശുവിനെ സ്വീകരിച്ച് പണ്ഡിതരമാവായി വന്നു. അവരാണ് സുവിശേഷത്തിന്റെ ഒരു പുതിയ വേർഷൻ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ പറയാറുണ്ട്, ഈ പാൽപ്പടി സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഷാരോൺ ഫെലോഷിപ്പിന്റെ സ്ഥാപകൻ ഡോക്ടർ PJ തോമസ് എന്നറിയപ്പെടുന്ന ഒരു ദൈവത്തിനുണ്ട്. അന്നത്തെ കാലത്തെ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയിലെ PhD ഹോളറാണ്, ഇംഗ്ലീഷിൽ PhD ഉള്ള ആള്. തോമസ് എന്നൊരു പേര്, ഡോക്ടർ PJ തോമസ് എന്നൊരു പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് കൂടി അറിഞ്ഞെങ്കിലേ അദ്ദേഹത്തിന്റെ ആ ജനിസ് എന്തായിരുന്നു മനസ്സിലാകുകയുള്ളൂ. അദ്ദേഹം ഒരു നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് അയ്യാപിള്ള എന്നായിരുന്നു പേര്. അയ്യാപിള്ള ഭൂസ്വത്തുക്കളുടെ ഉടമയായിരുന്നു, ധാരാളം സ്വത്ത് സ്വന്തമുള്ള ആളായിരുന്നു. അദ്ദേഹം ഈ സ്വത്തൊക്കെ ഇത്രയുമുള്ള ആള് ഈ രാജ്യത്തിൽ, ഈ നാട്ടിലേക്ക് തമിഴ്നാട് വിട്ട് കടന്നു വന്നു. ഞാനൊന്ന് അദ്ദേഹത്തെ പറ്റി ഇത്രയും പറഞ്ഞങ്ങ് നിർത്തിയേക്കാം. നമ്മുടെ കണ്ണൂര് നമ്മുടെ സിവിൽ സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എന്ന് വെച്ചാൽ അവിടുത്തെ കളക്ട്രേറ്റും ഒക്കെ കണ്ണൂർ ജില്ലയുടെ ടൗണിൽ കളക്ട്രേറ്റ് ഇരിക്കുന്ന 1 ഏക്കർ സ്ഥലമുണ്ട്. ഒരു 15 കൊല്ലം മുമ്പ് ഈ സഭ സൗജന്യമായിട്ട് കൊടുത്ത 1 ഏക്കർ, ഇഞ്ചിന് ലക്ഷങ്ങൾ വരുന്ന സ്ഥലം അവിടെ ദാനമായി കൊടുത്തു. ഇവരെയൊക്കെ പാൽപ്പൊടി കൊടുത്തു മാറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രാഥമിക ജ്ഞാനം വേണ്ടേ, ഒരു പ്രാഥമിക വിവേകം വേണ്ടേ? സ്വന്തം ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വിധത്തിൽ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാം. കറുവാപ്പസി എന്ന് പറഞ്ഞു വന്നാൽ എങ്ങനെ വരാൻ പറ്റും? കാരണം ഞങ്ങളെ ഉൾക്കൊള്ളുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഞങ്ങളുടെ ആത്മാഭിമാനത്തെ മുഴുവൻ, സ്വാഭിമാനത്തെ മുഴുവൻ പാൽപ്പടിക്ക് മുമ്പിൽ പണയപ്പെടുത്തിയവരാണ് ഈ രാജ്യത്തിലെ ക്രൈസ്തവരെന്ന് പറയാൻ ആരാണ് നിങ്ങൾക്ക് ആർജവം തന്നത്? എന്ത് വ്യവസ്ഥകൾ വെച്ചാണത് പറയുന്നത്? ഞാൻ ചോദിക്കുന്നു.
ഇവിടെ മതപരിവർത്തനം നടക്കുന്നൊക്കെ പറയുന്നു. അതിന് സാറന്മാര് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, കെ വി സൈമനെ പോലെയുള്ള മഹാകവി കെ വി സൈമനെ പോലെയുള്ള മഹാരഥന്മാരുണ്ടായിരുന്നു. കെ എബ്രഹാമിനെ പോലെയുള്ള ഞങ്ങളുടെ പൂർവികന്മാരുണ്ടായിരുന്നു. ജോൺ അയ്യാപിള്ള സാറിനെ പോലെ ഉള്ള പൂർവികരുണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റൊരു കാര്യം സാറ് പറഞ്ഞ ധർമ്മഗാനം, പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ പൂർവികനായ പാസ്റ്റർ കെ എബ്രഹാമിന്റെ കരം പിടിച്ച് ആശീർവദിച്ച് കല്യാണം നടത്തിയ ആളിന്റെ പേര് ഖാൻ എന്നായിരുന്നു. ഖാൻ. അപ്പോൾ ഖാൻ എന്നറിയപ്പെടുന്ന ഒരു മുസ്ലിം നാമധാരി വിശ്വാസം സ്വീകരിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. രാമൻകുട്ടി എന്നറിയപ്പെടുന്ന ആദരണനായ ഞങ്ങളുടെ പൂർവികനുണ്ട്. ഇങ്ങനെ പലയിടങ്ങളിൽ പല നിലകളിൽ വന്നിട്ടുള്ള ഇത്തരത്തിലെ സംഭവങ്ങൾ പറയാനുണ്ട്. സമയം തീരെ പോയി. ഈ നിലയിൽ പറയാനായിട്ടുണ്ട്. അപ്പൊ എന്തിനാ ഞാൻ ഇത്രയൊക്കെ സൂചിപ്പിച്ചത്? ഇവിടുന്നൊക്കെ വന്നവരെ ചേർത്ത് പുകവലിക്കാത്ത, മദ്യപിക്കാത്ത ഒരു ആദർശ സമൂഹത്തിന്റെ നിർമ്മിതി, ഒരു ആദർശ സമൂഹത്തിന്റെ സൃഷ്ടി, അതാണ് സംഭവിച്ചത്. ആ സംവിധാനം നവോത്ഥാനമല്ലെങ്കിൽ പിന്നെന്താണ് നിങ്ങൾ പറ? അത് നവോത്ഥാനമാണ്. ഏതായാലും ഞാൻ ആ വഴിക്ക് പറഞ്ഞാൽ ഒരു 10-11 മിനിറ്റൂടെ ഉള്ളൂ. എന്തിനാണ് എന്നെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കി നിർത്തിയേക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ സമയത്ത് വന്ന ഒരാളാണ്. മന്ത്രിക്ക് വേണ്ടിയും എം പിക്ക് വേണ്ടിയും ഞാൻ ഇത്ര ഇരുന്നു. ഇതെന്നോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. ഞാൻ രാജ്യവിരുദ്ധമായിട്ടൊന്നും പറയുന്നില്ല. ഇത്രയും സാറില്ല കൂട്ടെ, എന്തു ആയിക്കൊള്ളട്ടെ. ഞാൻ ഏതായാലും ഇതിന് പ്രതിഷേധയോഗമല്ലേ ഇപ്പൊ പൗരന്നുള്ള നിലയിൽ നിങ്ങളോടൊന്ന് പ്രതിഷേധിച്ചെന്നേ ഉള്ളൂ. കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്ക് അപ്പോൾ എങ്കിലും എനിക്ക് അത്യാവശ്യം എൻ്റെ വായ തുന്നിക്കെട്ടിയിട്ടുണ്ട്. അതിനകത്തൂടെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്നത്, വില്യങ്കേരി ഇന്ത്യയിലൊക്കെ വന്നു, ഇത് പരിഭാഷപ്പെടുത്തി, ഈ രാജ്യത്തിന് നവോത്ഥാനത്തിന്റെ ചൈതന്യം കുറിച്ചു, ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ ജനത്തെ കൊണ്ടുവന്നു. അതൊക്കെ ഈ രാജ്യത്ത് വന്ന് വരുത്തിയ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ബംഗാളി ഭാഷയ്ക്ക് നിഘണ്ടു ഉണ്ടാക്കി. ബംഗാളി ഭാഷയിലേക്ക് ഉൾപ്പെടെ ഏതാണ്ട് 6 ഭാഷകളിൽ സമ്പൂർണ്ണ ബൈബിൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് 28 ഭാഷകളിലേക്ക് പുതിയ നിയമം പരിഭാഷപ്പെടുത്തി. ഇത്രയൊക്കെ എന്തിനാ പറഞ്ഞത്? ഈ രാജ്യത്ത് ധാരാളം സ്കൂളുകൾ സ്ഥാപിക്കാൻ, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകാൻ, അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തുള്ള മികച്ച ഹോസ്പിറ്റലുകൾ ഉണ്ടാകാൻ ഈ രാജ്യത്ത് പണിയെടുത്തവരാണ് മിഷണറിമാർ. ആ മിഷണറിമാരുടെ പരിവർത്തനങ്ങളെ, പ്രവർത്തന ശ്രമങ്ങളെ മതപരിവർത്തനം എന്ന പേരിൽ പറയുക, അതെത്രയോ നീചവും നിന്ദ്യമായൊരു കാര്യമാണ്. 13 കൊല്ലം കൊണ്ട് മതപരിവർത്തന ചിന്തകൾക്ക് വിപരീതം നിൽക്കുന്ന ഒരു ഭരണകൂടമാണല്ലോ ഇന്ത്യ ഭരിക്കുക. ഇത്രയുമായിട്ട് നിങ്ങളുടെ ഇന്റലിജൻസ് എന്ത് റിപ്പോർട്ടാണെന്ന മതപരിവർത്തനം നടക്കുന്നതിനെ കുറിച്ച്, നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നതിനെ കുറിച്ച് നിങ്ങളുടെ പക്കൽ വ്യക്തമായ എന്ത് രേഖയാണുള്ളത്? ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാ ഈ കാര്യങ്ങൾ മതപരിവർത്തനം നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങളാണോ തടയേണ്ടത്? വഴിയോരത്തോടി പോകുന്ന പാപം മനുഷ്യരെ തടഞ്ഞു നിർത്തി നിങ്ങളാണോ ചോദ്യം ചോദിക്കേണ്ടത്? എന്നോട് ഇതിലൊക്കെ ചോദ്യം ചോദിക്കും. ഞാൻ പറഞ്ഞ മറുപടി ഞാൻ രണ്ടിടത്ത് മാത്രമേ മറുപടി പറയൂ. സൗമനസ്യത്തോടെ ചോദിക്കുന്ന ഏതൊരാളോടും ആ നിലയിൽ മറുപടി പറയും. ബാക്കി ആളോട് പറഞ്ഞാൽ ഇഗ്നോർ ചെയ്യും, മിണ്ടത്തില്ല, മിണ്ടാതെ പോരും. പക്ഷെ 2 കൂട്ടരുത്ത് മറുപടി പറയും. ഒന്നൊരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിലും ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിലും. അത് എന്റെ അന്തസ്സിനും ആഭിചാരത്തിനും നിരക്കുന്ന വിധത്തിലാണ് ആ ചോദ്യം ചോദിക്കുന്നെങ്കിലേ പോലീസിനും മറുപടിയുള്ളൂ. അതിന്റെ കാരണം അങ്ങനെ ആ രാജ്യത്ത് എഴുതി വെച്ചിരിക്കുന്നു. എന്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും നിരക്കുന്ന വിധത്തിൽ ചോദ്യം ചോദിച്ചു കൊള്ളണം, എന്നെ ശിക്ഷിച്ചു കൊള്ളണം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നിലവിലിരിക്കുന്ന പ്രസംഗവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചില നടപടി എടുക്കുമ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഞാനങ്ങ് ഒളിച്ചു പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ തന്നെ ജീവിക്കാനാ പദ്ധതി. നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ എന്താ പറയുക, വിദ്വേഷ പ്രസംഗത്തിന്റെ പേര് MM മണിയുടെ പേര് കേസുണ്ടെന്നേ, ഇതേ കാര്യം PC ജോർജിന്റെ പേരിലുണ്ടെന്നേ, ഇതേ കാര്യം ശശികല ടീച്ചറുടെ പേരിലുണ്ടെന്നേ, കിടക്കട്ടെ, ഒരു ഉപദേശിയുടെ പേരുടെ കിടക്കട്ടെന്നേ. നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നു, മനസ്സിലായില്ലേ? അല്ല, ഇവർക്കുള്ള ശിക്ഷയല്ലേ നമുക്കും കിട്ടുള്ളോ? കിടക്കട്ടെന്നേ, നമ്മുടെ കയ്യിൽ കിടക്കട്ടെ. നമ്മൾ ഇതായാലും ഈ രാജ്യത്ത് നീതി അടയ്ക്കുന്ന പൗരന്മാരല്ലേ? മണിയാശാനൊക്കെ കിടന്ന് ജയിലല്ലേ നമ്മളും പോകുന്നത്. ഇപ്പൊ കേൾക്കുന്ന അവിടെ നല്ല സുഖമെന്നാണ്, നല്ല തൃപ്തിയാണ്. ഞാൻ കുറച്ചാളായിട്ട് ആലോചിക്കുന്നത് എൻ്റെ ഈ ശരീരം ഒന്ന് നന്നാക്കി എടുക്കണം. 2-2.5 മണിക്കൂറൊക്കെ നിൽക്കുന്നല്ലേ, ഈ ബോഡിക്ക് മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു മറുപടി കിട്ടിയേ. അല്ല, നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഞാൻ ആരെയും എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞ് വിളിച്ചിട്ടില്ല. ദൈവത്തോട് പോലും ഇതിൽ നിന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞിട്ടില്ല. കാരണം ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ അതങ്ങ് നടക്കട്ടതേ. പിന്നെ ഞാൻ മാത്രമല്ല, നിങ്ങളിൽ ചിലരോടെ കയറേണ്ടതാണ്. പൗലോസ് കിടന്ന, പത്രോസ് കിടന്ന, പിന്നെ പാസ്റ്റർമാരൊക്കെ ഇത് പ്രസംഗിക്കുമ്പോൾ ഞാൻ പടക്കൂട്ടത്തിന്റെ വീട്ടിൽ ചെല്ലും, മതിൽ ചാടിക്കിടക്കും, എന്തെങ്കിലുമൊക്കെ പറയുന്നത്, എന്തെല്ലാം വിളിച്ചു പറയും. ആലയത്തിന്റെ 4 ചുവരുകൾ കൊള്ളിക്കിടന്നുകൊണ്ട് ശാസിക്കുന്നു, ഭത്സിക്കുന്നു. നമ്മുടെ ഈ പ്രകടനം നാളെ നമുക്ക് ജയിലിനുള്ളിൽ വാക്കണം. സമയമാകുമ്പോൾ പാട്ട് പാടണം, സമയമാകുമ്പോൾ പ്രാർത്ഥിക്കണം. സന്തോഷമല്ലേ? അതിനൊക്കെ വേണ്ടി നിങ്ങളെ സജ്ജരാക്കാനായി കൊണ്ടുവന്നേ. അല്ല, നാട്ടുകാർക്കെതിരെയുള്ള വെല്ലുവിളിയൊന്നുമല്ല. ഞങ്ങൾക്ക് ആരും ശത്രുക്കളില്ല, പിന്നെ എന്തിനു വെല്ലുവിളിക്കാൻ? ആരും ഞങ്ങളുടെ ശത്രുക്കളല്ല.
ആർക്കും മോശമായി പറയില്ല. പക്ഷേ ഞങ്ങൾ ജനിച്ചു വളർന്ന രാജ്യത്ത്, ഞങ്ങൾ നികുതി അടയ്ക്കുന്ന രാജ്യത്ത്, ഞങ്ങൾ വോട്ട് ചെയ്യുന്ന രാജ്യത്ത് ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുക, അത് ഞങ്ങളുടെ സഹോദരങ്ങളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വ ബോധം അതിൽ വേണ്ടി നിലകൊള്ളുക, ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എന്ന ഉലകരക്ഷകനെ കുറിച്ച് പ്രസംഗിക്കാനുള്ള ഞങ്ങളുടെ ആർജവം ആരുടെയും സൗജന്യമല്ല, ആരുടെയും ഔദാര്യമല്ല. അതിനുവേണ്ടി മരണം വരെ നിലനിൽക്കും. ഞങ്ങളുടെ പുതിയ തലമുറയ്ക്കിവിടെ ജീവിക്കണം, അവർക്കിവിടെ വന്ന് പ്രസംഗിക്കണം, അവർക്കിവിടെ അന്തസ്സോടെ നിൽക്കണം. ഞങ്ങൾ മറ്റു മതങ്ങളൊന്നും ചോദിക്കുന്ന ഒരു സ്വാതന്ത്ര്യവും ചോദിക്കുന്നില്ല. 12 മണിക്ക് മതപ്രഭാഷണം നടക്കുന്ന സ്ഥലമല്ല ഇത്, 12 മണിക്ക് കഥകളി നടക്കുന്ന സ്ഥലമല്ല ഇത്. ഇന്നത്തെ പരിപാടി വായിച്ചു നോക്ക്. 12 മണിക്ക് കഥകളി കാണാം, 12 മണിക്ക് ഇന്നത്തെ പരിപാടി കാണാം. രാത്രി കേട്ടോ, രാത്രി 12 മണിക്ക്. ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട് 7:30 നിർത്തണം. ഇതിന്റെ പേരാ വിവേചനം. ഇതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതേ നാളെ പറയുള്ളൂ. നാളെ കാണാം. ഇത് 2 ബോക്സ് അവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം നാളെ ഹോള് കാണാം. ബഹുമാനപ്പെട്ട പോലീസ് സഹോദരങ്ങളെ, നിങ്ങളൊരു സുവമോട്ടോ എടുക്കുന്നേ ധൈര്യമുണ്ടെങ്കിൽ, ഞാൻ അത് തന്നെ പറയുന്നത്, വെല്ലുവിളിയല്ല കേട്ടോ, സ്നേഹബുദ്ധിയാലുള്ള ചോദ്യമാണ്. എന്തുകൊണ്ട് പറ്റില്ല ഒരു ഹോൺ അഴിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പിനെ ഈ രാജ്യത്തിലെ സംഘടിത മതത്തിന്റെ ഒരു ഹോണ് താഴെ ഇറക്കാൻ, അഴിക്കാൻ ഇവിടുത്തെ ഒരു പോലീസ് ഓഫീസർ ഉണ്ടാകില്ല, ഒരു കേസും ഉണ്ടാകില്ല. ഞങ്ങൾ 5-10 മിനിറ്റ് നിന്നുകൊണ്ട് വഴിയോർത്ത് പ്രസംഗിക്കുമ്പോൾ നാട്ടുകാരൻ അവന്റെ വീതം, വഴിയെ പോകുന്നവൻ അവന്റെ വീതം, പോലീസ് അവരുടെ വീതം. സൗകര്യങ്ങളെ ക്ഷമിക്കണം, നിങ്ങൾ ത്യാഗം സഹിച്ച് മണിക്കൂറിലൂടെ നിൽക്കുക. നിങ്ങളും ഞങ്ങൾ ഒരുപോലെ. കാരണം എത്ര കഷ്ടപ്പെട്ടാലും അർഹിക്കുന്ന അഭിവാദനമൊന്നും ആരും തരത്തില്ല. അതാ പോലീസിന്റെ അവസ്ഥയും ഞങ്ങളുടെ അവസ്ഥയും അതാ. നമ്മൾ സമാന ഒരുപോലെ ദുഃഖിതരാ. 2 പോലീസ് സഹോദരിമാരുണ്ടായിരുന്നു. ഞാൻ അവരുടെ കാര്യം ഓർക്കരുത്. ഇതുങ്ങളൊക്കെ എപ്പോഴായാലും വീട്ടിൽ ചെല്ലുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ നമ്മുടെ അവസ്ഥ ഇതുപോലെ. നാടിനെ സ്നേഹിക്കാൻ പോവാ, ചീഞ്ഞഴുകിയ ശവങ്ങളെ അവിടെ നിന്ന് അടിച്ചിറക്കണം. രാവിലെ കോൾ അവിടെ നിൽക്കണം. നമ്മളൊരാളെ കൂട്ടി വിളിച്ചാൽ അവിടെ നിൽക്കുകയില്ല. നിങ്ങളൊരു ഒപ്പിട്ട് തരാൻ പറഞ്ഞാൽ നമ്മളൊന്നും ജയിലിലൊന്നും പോകത്തില്ല. ഇത് കണ്ടു എന്ന് പറയാനാ മനുഷ്യ സ്നേഹത്തിന്റെ ഭാഗം അതൊക്കെ. പക്ഷെ അവസാനം അവർക്ക് കിട്ടുന്നത് എന്താ? കല്ലീറും അവഗണനയും അവഹേളനവും ഒക്കെ തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് ഇതൊക്കെ തന്നെ. നമ്മൾ സമാന ദുഃഖിതരാ. എങ്കിലും ഞങ്ങളുടെ വേദന ഞാൻ രാഷ്ട്രത്തോടും ഭരണകൂടത്തോടും പങ്കിടുക. ഒരു കാര്യം ഓർത്തപ്പോ പറയാം. ചില ചോദിക്കും, ഇത് ഛത്തീസ്ഗഡിലെ പ്രശ്നം അവിടെ പോയി നടത്തിയാൽ പോരെ? അതിനല്ല ഇത് നടത്തുന്നത്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനെതിരെയോ സംസ്ഥാന ഗവൺമെന്റിനൊക്കെയോ പ്രശ്നമുണ്ടെങ്കിൽ തെരുവീതിയിൽ നിന്ന് ആളുകൾ പ്രസംഗിക്കുന്നത്, വി വാണ്ട് ടു കൺവിൻസ് അവർ ബേഡൻ. ഞങ്ങൾ ഞങ്ങളുടെ ഭാരങ്ങളെ സ്റ്റേറ്റിന്റെ മുമ്പിൽ അറിയിക്കുകയാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്ന സ്റ്റേറ്റിനോടാണ്, ഈ രാഷ്ട്രത്തോടാണ്. അതുകൊണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ കാര്യം ഓർക്കണം. ഇതാണ് ഞങ്ങളുടെ ഭാരം, ഇതാണ് ഞങ്ങളുടെ ദുഃഖം, ഇതാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട്. ഇങ്ങനെ പോയാൽ വരാൻ പോകുന്നൊരു പ്രശ്നം കൂടി പറയാം. ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ അനുമതിയില്ലെങ്കിൽ, ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യമില്ല എങ്കിൽ ഞങ്ങൾ നാളുകളിൽ ഞങ്ങളുടെ അഡ്വക്കേറ്റ്സുമാരെ ഒരുമിച്ച് കൂട്ടും. ഹൈക്കോടതി ചെന്നാൽ ഒരു ഓർഡർ കിട്ടും. ആ ഓർഡർ എന്താണെന്നറിയോ? ഈ ഹോണൊക്കെ അഴിക്കാനുള്ള ഓർഡർ കിട്ടും. ഈ പരിപ്പെടുന്ന കലാപരിപാടിയും നടക്കാതെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചർച്ചയ്ക്ക് വരേണ്ട അവസ്ഥ വരും. ഞാൻ നിയമപരമായി പറയുന്നത് അതൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. ഹൈക്കോർട്ടിലെ ഒരു വക്കീല് പോയാൽ ഇതിനൊക്കെ സ്റ്റേ കിട്ടാൻ ഒരു മടിയില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ നിലയ്ക്കൊക്കെ എന്നെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചൊരു മനുഷ്യനുണ്ട്. സാറിനോടൊക്കെ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്, കോളേജിലൊക്കെ ഒന്നിച്ച് പഠിച്ചവരാണ്. ചോദിച്ചു നോക്കി, എന്നെപ്പോലൊരു സാധുവായ മനുഷ്യനില്ല, ഒരു മനുഷ്യനെ ഉപദ്രവിച്ചിട്ടില്ല, എങ്ങും പെറ്റി കേസില്ല. ഒരു പെറ്റി കേസിൽ പോലും പേരില്ലാത്തൊരു മനുഷ്യനാ എൻ്റെ പുറകെ ഇങ്ങനെ പോലീസാണ്. അത് സ്നേഹം കൊണ്ടാണ്, ഡിപ്പാർട്ട്മെന്റിന്റെ സ്നേഹം കൊണ്ടാണ്. സന്തോഷം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്കിങ്ങനെ തോന്നലിന് കാരണമുണ്ട്. വർഷങ്ങൾക്കപ്പുറത്ത് ഞാൻ തിരുവല്ലയിൽ ഒരു മൈക്ക് സാക്ഷി വന്ന് പ്രസംഗിക്കാൻ. അന്നവിടെ പരേതനായ ഡോക്ടർ M.A. കുട്ടപ്പന്റെ മുൻ മന്ത്രിയുടെ ഒരു ബന്ധുവായ രാമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഡിവൈഎസ്പിയാണ്. അദ്ദേഹത്തിന് സുവിശേഷരെ കണ്ട ഭയങ്കര കലിപ്പാണ്. ആ മനുഷ്യൻ അവിടെ കയറിയിരിക്കുന്ന ഈ ബൈബിളിന്റെ ആനുകൂല്യത്തിൽ, അത് വേറൊരു സത്യം, അത് ഞാനിപ്പോൾ പറയുന്നില്ല. എന്നോട് പറഞ്ഞു, ഇതിന് സാക്ഷൻ ഇല്ല, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഒത്തിരി കേട്ട് കഴിഞ്ഞ് ഞാൻ മനോരമ പത്രം എടുത്തിട്ട് ചോദിച്ചു, ഇന്നത്തെ പരിപാടി ഓരോന്നും വായിച്ചു. ഗാനമേളയുണ്ട്, ഇതൊക്കെ നിങ്ങളാണോ കൊടുക്കുന്നത് ചോദിച്ചു. അദ്ദേഹം ക്ഷുഭിതനായി, ആകപ്പാട് ക്ഷുഭിതനായി. ഇപ്പൊ തല്ലു വന്നാൽ ഇവിടൊന്നും പോലീസുകാർ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ഓർത്തണം, പോലീസുകാർ നിങ്ങളോട് സംസാരിച്ചാൽ ഇത് കൈ പിടിച്ചോണം. ഇവർ പറയുന്നത് കേൾക്കണമല്ലോ, അതിന് റെക്കോർഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇത് തിരിച്ചെടുത്തോണം കയ്യിൽ ഇങ്ങനെ. ഇവർ പറയുന്നത് കേൾക്കണം, നമ്മൾ പറയുന്നത് കേൾക്കണം. അന്നൊന്നും ഈ മൊബൈൽ സൗകര്യമൊന്നുമില്ല. അവസാനം ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ തരുന്നില്ല, ഞാൻ പ്രോഗ്രാം നടത്തുന്നില്ല, ഇനി പഞ്ചായത്തിൽ നടത്തിക്കത്തുമില്ല. കൈയും കാലും ഒന്നും എടുത്തല്ല, മറിച്ച് ഒരു പരിപാടിയുണ്ട്. ഞാൻ എന്താ ഇവിടെ കിടക്കാൻ പോവാണ്, നേരെ ഇവിടെ കിടക്കാൻ പോവാണ്, മരണം വരെ ഇവിടെ കിടക്കും. മനസ്സിലായില്ലേ? അത് മേടിച്ചോണ്ടാ അനിൽ കൊടുത്തോട്ടം തിരുവല്ലയിലെ ഡിവൈഎസ്പി ഓഫീസിൽ നിന്ന് ഒരു 20 കൊല്ലം മുമ്പ് ഇറങ്ങിപ്പോകും. അന്ന് ഞാൻ നിശ്ചയിച്ചു, എന്താ ഈ സാധാരണ ജനത്തോട് ഇത്രയും കുതിര കയറാൻ കാരണം? നമ്മളെ മാത്രം ഈ നിയമം പഠിപ്പിക്കണമെന്ന ബോധം എന്താ? ആ ചിന്ത എന്താ? അതാണ് തിരുത്തേണ്ടത്. പോലീസൊക്കെ അതിൽ നേരെ മാറി. ഇന്ന് കാലമേറെ പരിഷ്കരിക്കപ്പെട്ടു. ആ ചിന്തകൾ ഒക്കെ മാറി. ഞങ്ങൾക്കും ഇന്ന് അവകാശങ്ങളൊക്കെ തരുന്നു. പണ്ടാണെങ്കിൽ ഇങ്ങനൊരു യോഗം നടത്താനൊന്നും അനുമതി തരില്ല. പക്ഷെ പുതിയൊരു ബോധ്യം, ഞങ്ങൾക്കും പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെന്ന തിരിച്ചറിവ് ബഹുമാനപ്പെട്ട ഭരണകൂടത്തിന് ബോധ്യപ്പെട്ടതിൽ നന്ദി ഞങ്ങൾ പറയുകയാണ്. ഞങ്ങൾക്കും പറയാൻ സാധിക്കും, ഈ സ്വാതന്ത്ര്യം ഞങ്ങൾ പൊരുതി നേടിയതാണ്. അതും ആരുടെയും ഔദാര്യമല്ല, ആർക്കുമെതിരെയല്ല ഇത് പറയുന്നത്. ഞങ്ങളൊക്കെ ഉദ്ധരിക്കുന്ന ചരിത്രകൃതികളിൽ നിന്നാണ്, വസ്തുതാപരമായി പഠിച്ചിട്ടാണ്. ഞാൻ ഒരു കാര്യം ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞ് ഇങ്ങനെ നിർത്തട്ടെ.
ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു ജേർണലിസ്റ്റ് ആദരണായ മാത്യു സാമുവൽ ടെകൽക്ക എന്നറിയപ്പെടുന്ന പഴയ ആ പത്രത്തിന്റെ നാരദ ന്യൂസിന്റെ ഒക്കെ ആ ലേഖകൻ, ആ പത്രാധിപര്, ഞാൻ അദ്ദേഹത്തെ കാണാനേറെ ആഗ്രഹിച്ച ഒരാളായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ചിരിക്കെ ഇതാ ഇന്നലെ അദ്ദേഹം എന്നെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരിക്കുന്നു. ഞാൻ നേരം പോലെ തുടർന്നപ്പോൾ അമ്പരന്ന് പോയി. കാരണം ഈ മനുഷ്യൻ എന്റെ ഇത്രയും ഡീറ്റെയിൽസ്, ചെറിയ തെറ്റൊക്കെ ഉണ്ട്, ഇത്രയും ഡീറ്റെയിൽസ് എവിടെ നിന്ന് കിട്ടി? അന്ന് മുതൽ പേടിയായി തുടങ്ങി. നമ്മുടെ ഡീറ്റെയിൽസ് തപ്പുന്ന എത്രയോ ആളുകളുണ്ടല്ലേ. അപ്പോ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുക. വളരെ വസ്തുതാപരമായിട്ട് അദ്ദേഹം ആ വീഡിയോ പ്രസിദ്ധം ചെയ്ത ശേഷം എനിക്കത് ഇട്ട് തന്നിട്ട് ഒരു കമന്റ് പറയാൻ പറഞ്ഞു. അമ്പരന്ന് പോയി. എന്താണ് കാരണം? അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തപ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള ആക്രമണങ്ങൾ നടത്തിയപ്പോൾ ഇതാ ലക്ഷക്കണക്കിന് ആളുകൾ, ഇന്ന് കോടിക്കണക്കിന് ആളുകളിലേക്ക് അത് കണ്ടു. അതാ ഇത്തരം യോഗങ്ങളുടെ അതുകൊണ്ടുള്ള ഗുണം എന്നുകൂടി ഞാൻ പറയട്ടെ. അതൊക്കെ വായിച്ചു നോക്ക്, പഠിച്ചു നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് സുവിശേഷം ഇന്ത്യ രാജ്യത്ത് ചെയ്യുന്നത്, എന്താണ് സുവിശേഷം മാനവികതയുടെ ചിന്തകൾ ഉലകത്തിൽ എങ്ങനെ പ്രചരിപ്പിച്ചു എന്നൊക്കെ. വിദ്യാസമ്പന്നനായ, ഒരു പള്ളിയിലും പോകാത്ത, ഒരു മതത്തിലും വിശ്വസിക്കാത്ത, ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് എന്നോട് പറഞ്ഞു, ഒരു മതത്തിലും അദ്ദേഹത്തിന് വിശ്വാസമില്ല, പ്രാർത്ഥിക്കുന്ന അജയ്യനായ അചഞ്ചലനായ ആ മനുഷ്യനോട് ചോദിക്ക്, ഞങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്ത്? അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ രാജ്യത്തുനിന്ന് ക്രിസ്തീയ സഭകളും പ്രവർത്തനങ്ങളും ഒക്കെ നിശ്ചലമായാൽ ഈ രാജ്യം ഇരുട്ടിലാവില്ലേ? ഈ ദേശം ഇരുട്ടിലാവില്ലേ? അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഛത്തീസ്ഗഡിലൊക്കെ ചെന്ന് നോക്ക്, അവിടെയുള്ള സ്കൂളുകളുടെ മുഴുവൻ പേര് സെന്റ് തോമസ് അല്ലെങ്കിൽ സെന്റ് ആന്റണീസ്. ഇത് നടത്തുന്നൊന്നും നമ്മളല്ല, നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ നടത്തുന്ന സ്കൂളുകൾ അവിടുത്തെ. പക്ഷെ പിള്ളേര് വരണമെങ്കിൽ സെന്റ് തോമസ് എന്നിടണം, സെന്റ് ആന്റണീസ് എന്നിടണം, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ ഇടണം. ഉപയോഗിച്ചോളൂ, ഒരു കുഴപ്പമൊന്നുമില്ല. ഒരു പേര് ആരുടെയും കുത്തകയല്ല, ഏത് പേരും ആർക്കും ഇടാം, ഒരു പ്രശ്നമില്ല. എന്താ ഇങ്ങനെ ഇടേണ്ടി വന്നത്? അത് ഇന്ത്യയിലെ മാത്രം സ്ഥിതിയല്ല, ലോകത്തൊക്കെ ഇവിടെയൊക്കെ ബൈബിൾ സ്വാധീനം ചെലുത്തിയോ അവിടെ ഇരുന്ന മനുഷ്യരൊക്കെ വെളിച്ചം കണ്ടിട്ടുണ്ട്. അവിടുന്ന് മനുഷ്യർക്കൊക്കെ ആ വെളിച്ചത്തിന്റെ സൗജന്യകരമായ അനുഭവങ്ങളെ ആസ്വദിക്കാൻ കൃപ ലഭിച്ചിട്ടുണ്ട്. അതെന്താണ് കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, കർത്താവായ യേശു പഠിപ്പിച്ചു ഇത്രയും കാര്യം. അതെന്തറിയണ്ടേ? ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ലോകത്തിന്റെ വെളിച്ചമാകും. ഒരു ഡിബേറ്റിന് വന്ന എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, നമ്മൾ ഈ ആചാര്യന്മാരെയും നമ്മൾ ബഹുമാനരായ ഈ ആധ്യാത്മിക ആചാര്യന്മാരെയും ചിന്തകരെയൊക്കെ എടുത്താൽ കാലത്തിന് ചേരാത്ത ചില കാര്യങ്ങൾ അവർ വന്നിട്ടുണ്ട്. കാരണം ഈ കാലത്തോട് ചേർന്നല്ല അവരാണ്, ആ കാലത്ത് അത് വേണമായിരുന്നു. പക്ഷെ ഒരു ചോദ്യം, ആ ചോദ്യം പറഞ്ഞു നിർത്തുക. എന്താ ചോദ്യം എന്നറിയണ്ടേ? നിങ്ങൾ യേശു എന്നൊരു വ്യക്തിത്വം എടുക്കുക, ആ വ്യക്തിത്വത്തിന്റെ 33.5 കൊല്ലത്തെ എടുക്കുക. യേശു എന്നൊരു മനുഷ്യനാണ് വാസ്തവത്തിൽ ഏറ്റവും ചുരുങ്ങിയ കാലം ലോകത്ത് പ്രവർത്തിച്ച്. ചിന്തകന്മാരിൽ നമ്മൾ അറിയുന്ന മഹാരഥന്മാരിൽ ചുരുങ്ങിയ കാലം, വളരെ കുറച്ചു മാത്രമേ യേശു പ്രസംഗിച്ചിട്ടുള്ളൂ. ഞാനും തോട്ടപ്പള്ളി സാറും ഒക്കെ പ്രസംഗിച്ചതിന്റെ 1000-1 പോലും യേശു പ്രസംഗിച്ചിട്ടില്ല. എണ്ണം വെച്ച് നോക്കിയാൽ വളരെ കുറച്ചാണ്, കുറച്ചു മാത്രം. അദ്ദേഹത്തിന്റെ കേൾവിക്കാരെന്ന് പറയുന്നത് പാലസ്തീനിയയിലെ ഒരു വട്ടം സാധുക്കളായ മനുഷ്യരാണ്, നിരക്ഷരകുട്ടികളായ മനുഷ്യരാണ്. അദ്ദേഹം പ്രസംഗിക്കാൻ ഉപയോഗിച്ച ഭാഷ അരമായിക്കാണ്. അപ്പൊ അരമായിക്ക് എന്നൊരു പ്രാദേശിക ഭാഷയിൽ പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ കേൾവിക്കാരാകട്ടെ ഏറ്റവും സാധാരണപ്പെട്ട കുറെ മനുഷ്യരെ. പാലസ്തീനിയായുടെ 120 മൈൽ വിട്ടും പോയില്ല. ഇവിടം പോകാത്ത ഒരു മനുഷ്യനെ കുറിച്ചാണ് പ്രപഞ്ചത്തിന്റെ 5 വൻകരകളിലും 24 മണിക്കൂറും ഇടതടവില്ലാതെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് ഈ മഹത്വമുള്ള ഈ വ്യക്തിയുടെ ആ അസ്തിത്വത്തിന്റെ സവിശേഷത എന്താണ്? ആ സവിശേഷത അനുസരിച്ചാണ് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. ഒറ്റക്കാര്യം, അവിടുന്ന് ക്ഷമയുടെ മൂർത്തിമത് ഭാവമാണ്. നോക്കണം, ആ ക്ഷമയാണ് യേശുവിൽ എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ ഘടകം. മനസ്സിലായില്ലേ? ഞാൻ യേശുവിനെ അറിഞ്ഞിരുന്നില്ലെങ്കിൽ, ആ ക്ഷമ എന്നിലേക്ക് വന്നിരുന്നില്ലെങ്കിൽ ഞാൻ ആരായി തീരുമായിരുന്നു എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതാണ് ശരി. അയ്യപ്പന്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, പലരും തന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു അവരാരും പ്രതീക്ഷിച്ച പോലെ അയ്യപ്പനായില്ല. അയ്യപ്പൻ പറയാം അവര് പ്രതീക്ഷിച്ചതിലും പക്ഷേ ഞാൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രതീക്ഷകൾക്കൊത്തൊന്നും ഉയരാൻ പറ്റത്തില്ല. ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞേ? സഹോദരങ്ങളെ മനസ്സിലാക്ക്, യേശുവിനെ അറിഞ്ഞിരുന്നില്ലെങ്കിൽ നമ്മളൊക്കെ ആരാകുമായിരുന്നു? 6 മാസം മുമ്പ് ഞാൻ വെള്ളത്തൂൾ ശിവൻ എന്നറിയപ്പെടുന്ന ഒരു മുൻ നക്സലൈറ്റിനെ കണ്ടു. അദ്ദേഹം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഒരു സന്തോഷത്തിന് കാണാൻ പോയതാ. എന്റെ കൂടെ ചില ചെറുപ്പക്കാരുണ്ട്. ഞാൻ പറഞ്ഞു, സാറേ അടുത്ത കാലത്ത് ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ ഈ പഴയ കാലമൊക്കെ സാറിനെ പിടിച്ച് പറയുന്നുണ്ട്. അതേ പറയാ, സംഗതിയൊക്കെ പുള്ളിയുടെ പരിപാടി കൊള്ളാം, പക്ഷെ എന്നെ കണ്ടപ്പോൾ ആശാൻ വിറക്കിയായിരുന്നു പറഞ്ഞു. TV പറയുന്നൊക്കെ സംഗതി ശരിയാ, പക്ഷെ എന്നെ കണ്ടപ്പോൾ ആശാൻ വിറക്കിയായിരുന്നു. അപ്പൊ ആ മനുഷ്യൻ വിപ്ലവത്തിന്റെ പാത ഉപയോഗിച്ച് നസ്രയനായ യേശുവിന്റെ വഴിതിരഞ്ഞു എന്നുള്ളത്
എത്ര അഭിമാനകരമായ ചിന്തനീയമായ വസ്തുതയാണ്. ഈ സുവിശേഷം വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ വേട്ടമല സാറിന് അറിവുള്ള, കുര്യാക്കോസ് സാറിന് അറിവുള്ള ഒരു കാര്യം കൂടി ഇങ്ങനെ പറയട്ടെ. ഞങ്ങൾക്കൊരു സ്നേഹിതനുണ്ട്, ഗീതാകൃഷ്ണൻ എന്ന പേര്. ഞങ്ങൾക്ക് മാത്രമല്ല ഈ വിളിക്കുന്ന പോലീസ് ഓഫീസേഴ്സിന് അറിയാം, മുതിർന്നവർക്കറിയാം. ഇതാ ഒരു ഉന്നത പോലീസ് ഓഫീസറാ നമ്മുടെ മുമ്പിൽ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ സഹോദരൻ. അതൊക്കെ പോട്ടെ, അദ്ദേഹത്തിന് അറിയാം, മൈക്കിൾ സാറിന്, അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാം. ഈ മനുഷ്യനെ കുറിച്ച് അറിയാം. ആ ഒരു കൊടും കുറ്റവാളി, ഒരു ക്രിമിനല്. ആ ക്രിമിനൽ മൈൻഡുള്ള ആളുകളിൽ നിന്ന് കുറ്റം തെളിയിക്കാൻ ഭയങ്കര പാടാ. എത്ര തല്ലിച്ചതച്ചാലും അവരിതൊന്നും പറയില്ല. അതാ പ്രശ്നം. ഇപ്പോ ഒരു മദ്യപാനിയെ പോലീസുകാർ പിടിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കില്ല, അവരെ ഒന്നും ചെയ്യല. എന്റെ കാരണം ഇവനെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, രാവിലെ പറഞ്ഞു വിടും. കേസെടുത്തിട്ട് പോലും കാര്യമില്ല. വല്ല പെറ്റി കേസൊക്കെ എടുക്കാന്നുള്ളതല്ല, ഇവനിട്ട് തല്ലിയാലൊന്നും മനസ്സിലാവില്ല. അവരങ്ങനെ തല്ലുന്നവരുമല്ല. എന്റെ കാരണം നമ്മുടെ ഒരു ധാരണയാ ഇതൊക്കെ. അവനെ കൊണ്ടങ്ങ് വിടുക. ഞാൻ നിയമപരമായ ചില കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്റെ MSW പഠനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടത്തിയ ചില ഗവേഷണങ്ങൾ, ജയിലുകളിലൊക്കെ പോയി നടത്തിയ ചില പഠനങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട എനിക്ക് ഇവരെ അടുത്ത് പരിചയപ്പെടാൻ പറ്റിയ ഈ ഗീതാകൃഷ്ണന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതേ ഒരു കൊലക്കേസിലെ പ്രതിയാ കൊന്നിട്ട് എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല, കുറ്റം സമ്മതിക്കുന്നില്ല. അതിന് അദ്ദേഹത്തിന് ഭയങ്കര വിൽ പവറാണ്. കൊണ്ടവിടേക്ക് ഇട്ടിരിക്കുക. പലവിധ വിത്തിൽ ചോദ്യം ചെയ്തു. അവസാനം പട്ടിണി കിട്ടും 2 ദിവസം. അപ്പോൾ ഇന്നത്തെ രീതിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പട്ടിണി കിട്ടുന്നവന്റെ കാര്യം പോക്കാം, അത് മറ്റൊരു കാര്യം. അന്ന് അതൊക്കെ പറ്റും. അവിടെ കിട്ടിരിക്കുകയാണ്. ആര് കൊടുക്കാനാ? 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ഓഫീസർ 2 പൊറോട്ടയും അല്പം പഞ്ചസാരയിട്ട് അതിൽ പേപ്പറിൽ പൊതിഞ്ഞുവിട്ട് കൊടുത്തു. ആ മനുഷ്യൻ ആർത്തിയോടെ ഇത് വാങ്ങിക്കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ജീവനൊക്കെ വീണു, വെള്ളം കുടിച്ചു. എന്നിട്ട് ഈ പഞ്ചസാര വീണ് കിനിഞ്ഞ ആ പേപ്പർ തുണ്ട് കയ്യിലെടുത്തു. എന്നിട്ട് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഭയം അദ്ദേഹത്തിൽ ഉണ്ടായി. ആ പേപ്പർ എന്തായിരുന്നു അറിയണ്ടേ? ഇതുവഴിയൊക്കെ പോകുന്ന ഉപദേശിമാർ കൊടുക്കുന്ന ഒരു ലഘുലേഖ. പലരും വലിച്ചെറിയുന്ന, പലരും കാർക്കിച്ചു തുപ്പുന്ന, വില കൊടുക്കാത്തൊരു വസ്തുവാണത്. ഉപദേശിമാരൊക്കെ കൊണ്ടുതരുന്ന വസ്തുത. അപ്പോൾ ഇതിങ്ങനെ കയ്യിലേക്ക് കൊണ്ടു കൊടുത്തു. അതങ്ങനത്തെ ഇങ്ങനെ വായിച്ചു പോയിട്ട് കാര്യം എന്താണെന്നറിയണ്ടേ? സകലവും അവന് മുമ്പാകെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവൻ അറിയാതൊരു വാക്കും നിന്റെ നാവിന്മേലില്ല. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ അറിയുന്നു. നിരൂപണം ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. സകലവും അറിയുന്നൊരു ദൈവം. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ രക്ഷിക്കണമേ. സ്വമേധാ പാപങ്ങളിൽ നിന്നെ അകറ്റണമേ. എന്റെ കുറ്റം മുഴുവൻ കണ്ടുപിടിക്കുന്ന ഒരുവനെക്കുറിച്ച് അറിഞ്ഞറിഞ്ഞറിഞ്ഞ് ഉച്ചത്തിൽ ഗീതാകൃഷ്ണൻ വിളിച്ചു പറഞ്ഞു, സാർ ഞാനാണ് സാർ, ഞാനാണ് സാർ, ഞാനാണ് സാർ. പോലീസ് ഓഫീസർ ഓടി വന്നു. കാര്യം തിരക്കിയപ്പോൾ കൺഫഷൻ, ഏറ്റുപറച്ചിൽ, കാര്യങ്ങളെല്ലാം കേട്ടു. അദ്ദേഹം ചെയ്ത സകല കുറ്റകൃത്യങ്ങളും പോലീസിന്റെ തുറന്നു പറഞ്ഞു. അദ്ദേഹത്തോട് മനസ്താപം തോന്നേണ്ടി വന്നു. ഒടുക്കം കോടതി കൊണ്ടുപോയി ജീവപര്യന്തം ശിക്ഷിച്ചു. ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്കിടയിൽ അദ്ദേഹത്തിന്റെ സന്മാർഗ ജീവിതം കണ്ട് സമയമെടുത്തപ്പോൾ അദ്ദേഹത്തെ ഗവൺമെന്റ് മോചിതനാക്കി. ആ മനുഷ്യൻ ഇത് ഞങ്ങൾക്കൊപ്പം ഒരു സുവിശേഷകനായിട്ട് യേശുവിനെ പ്രസംഗിക്കുകയാണ്. ഇങ്ങനെയാണ് ആളുകൾ നമ്മുടെ അരികിൽ വരുന്നത്. ഇവനെ ആർക്കും വേണ്ട. ആരാണ് അവരെ രക്ഷിക്കുക? ആരാണ് അവരുടെ ഇടയിലേക്ക് ചെല്ലുക? ആ സ്നേഹത്തിന്റെ സന്ദേശവുമായിട്ട് ഞങ്ങൾ ഇത്തരം ആളുകളുടെ ഇടയിലേക്ക് ചെല്ലും. എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ ശരീരം തിരുമാൻ ഒരു മനുഷ്യൻ വന്നു. കാര്യം ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നല്ലൊരു കാറ്റടിച്ചാൽ നമ്മൾ താഴെ വീഴുന്ന ഒരാളാട്ടോ. ഈ വാക്കിന്റെ ബലത്തിലാണ് പിടിച്ചു നിൽക്കുന്നത്. എൻ്റെ ശരീരം തിരുമാൻ ഒരാൾ വന്നു. അദ്ദേഹം വലിയ അടിതടയൊക്കെ നടത്തുന്ന ആളാണ്. അദ്ദേഹം ഇങ്ങനെ ചവിട്ടി തിരുമി ഓരോ പരിപാടിയൊക്കെ ചെയ്യുക, കാര്യം കെട്ടി നിന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഒരല്പം കായികാഭ്യാസം പഠിക്കുന്നല്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ? എന്നിട്ട് ഇത്രയും പുള്ളിക്കറിയാം, ബൈബിളിൽ അങ്ങനെ ഉണ്ടെന്ന്, ഇത് പഠിക്കുന്നല്ല. എങ്ങനെയാണെന്നൊന്നും പുള്ളിക്കറിയില്ല. അത് കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു, അത് കണ്ടിട്ടില്ല. അപ്പോൾ വസ്തുത ചോദിച്ചു വന്നപ്പോൾ അദ്ദേഹം പറയാണ്, സാറേ ഈ ചുരികയ്ക്ക് അല്ലെങ്കിൽ തെറുപ്പുവാളിലുള്ള വെട്ട് വന്നാൽ തടയാൻ അറിയുമെന്ന് ഞാൻ പറഞ്ഞു. അതെനിക്കറിയത്തില്ല. പറഞ്ഞുതരാം. ഓലമടൽ വെട്ടി വിലങ്ങണമെന്ന് പറഞ്ഞു. ഓലമടൽ കൊണ്ട് കറക്റ്റാ. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇനി ആരെങ്കിലും എൻ്റെ നേരെ തെറുപ്പുവാളം കൊണ്ടുവന്നാൽ ഞാൻ പറയും നിൽക്ക്, ഞാൻ പോയി ഓലമടൽ വെട്ടിക്കൊണ്ടുവരാം. അത്ര ഒരു ഇന്റർവെൽ തരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടും അല്ലേ? ഇതെല്ലാം പറഞ്ഞു, കഥകളെല്ലാം പറഞ്ഞു. ഇതിന് ശേഷം പുള്ളി ഇങ്ങനെയുള്ള ആൾക്ക് ഈ കാര്യങ്ങൾ പറയാൻ വലിയ ഇൻട്രസ്റ്റാണ്. ക്ഷമിക്കണം, നമ്മൾ ഈ കുട്ടികൾ ന്യൂ ജനറേഷൻ ഭാഷയിൽ പറയില്ല തള്ളെന്നൊരു പദം. ഞാൻ ജീവിതത്തിൽ ഏറ്റവും ഈ തള്ള് കേട്ടേക്കുന്നെങ്കിൽ ഒന്ന് ഈ അടിതടക്കാരുണ്ട്, 2 ഈ റിട്ടയേർഡ് മിലിറ്ററി സാറുമാർ. ക്ഷമിക്കണം കേട്ടോ. ഇങ്ങനെ പഞ്ചാബിൻ്റെ അതിർത്തി ഞാൻ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ വരുന്നു. ഇത് കേട്ട് നമ്മൾ മടുക്കും. മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, ക്ഷമിക്കണം തോട്ടപ്പള്ളി സാറേ പോയോ, മൂന്നാമത്തെ ഒരു കൂട്ടർ ഈ ഭൂതങ്ങളെയൊക്കെ പുറത്താക്കുന്ന നമ്മുടെ ആൾക്കാരാണ്. ശരി, സാറിനോട് ചോദിച്ചാൽ പറഞ്ഞുതരും. അപ്പോൾ ഏതായാലും ഞാൻ സഹിച്ചു. കാരണം അയാളിങ്ങനെ നമ്മളെ ചവിട്ടി സംഗതി മാറിപ്പോയാൽ തീർന്നല്ലോ, മൊത്തം തീർന്നു. ആശീർവാദം പറയാം. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ടൗണിൽ പുള്ളി അടിച്ചിട്ട ആളുകൾ, വലിയ ഗുണ്ടകളെ അടിച്ച കഥകൾ നേരൊക്കെ ആയിരിക്കാം.
എല്ലാം കേട്ട് പറഞ്ഞ് ഒരുത്തനിട്ടൊന്ന് കൊടുത്തു. അവരുടെ കൈ ഒടിഞ്ഞ് തകർന്നു. അതിനുശേഷം അല്ല ടൗണിൽ, കോട്ടയം ടൗണിൽ കൂടെ ലോട്ടറി വിറ്റ് നടക്കുക. അതും കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് കിടപ്പാണ്. അനങ്ങാൻ വയ്യ. 5-ാം ദിവസം തിരുമ്പുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മക്കൾ കേട്ടോ ഇഷ്ടപ്പെട്ട ആഹാരം എന്താ? അത് ബിരിയാണിയാണ്. എന്നാൽ അത് അങ്കിളിൻ്റെ വക ബിരിയാണിക്കുള്ള പൈസയുണ്ട്, വാങ്ങി കൊടുക്കണമെന്ന് ഗിഫ്റ്റ് കൊടുത്തു. അദ്ദേഹം കൊണ്ട് കൊടുത്തു. കുട്ടികളോട് പിറ്റേന്ന് വന്നപ്പോൾ ഞാൻ ചോദിച്ചോ, ബിരിയാണി കൊടുത്തു. ഈ കുഞ്ഞുങ്ങൾ ചോറ് വാഴി കഴിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമില്ലേ? അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ കൊടുത്തപ്പോൾ സന്തോഷമല്ലേ? ഇതെല്ലാം കേട്ട് ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾ ആ ചവിട്ടി കൈയൊക്കെ ഓടിച്ച ആ മനുഷ്യൻ്റെ കുഞ്ഞ് ഇന്നലെ എന്തായിരിക്കും കഴിച്ചത്? ആ കുഞ്ഞിന് ഒരാൾ ഒരു പിടി ഭക്ഷണം കൊടുക്കാൻ തുനിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? എന്തിനാ പറഞ്ഞു? കൊടുക്കാം, സമ്മതിച്ചു. ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. കണ്ണീര്, ആരോടും പറയാത്ത കുറ്റകൃത്യങ്ങളുടെ ഉള്ളടക്കങ്ങൾ എൻ്റെ മുമ്പിൽ പങ്കിട്ടു. ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇങ്ങനെ സ്നേഹിത സുവിശേഷം പറയുന്നത്, ഇതുവഴിയാണ് യേശുവിനെ സന്ധിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അസഹിഷ്ണുതപ്പെടേണ്ട, ഞാൻ അവസാനിപ്പിക്കുക. കർത്താവായ യേശു ക്രിസ്തു എന്ന ആ ദിവ്യരക്ഷകനെക്കുറിച്ചുള്ള സന്ദേശം ഞങ്ങൾ ഈ സമൂഹത്തിൻ്റെ മധ്യത്തിലും ഇങ്ങനെ പങ്കിടുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് രക്ഷോന്മുഖമായ ഉദാത്തമായ ഒരു ക്രിസ്തീയ ജീവിതത്തെ കരഗതമാക്കാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും സർവശക്തൻ കൃപ നൽകട്ടെ.